ചെറുതായിപ്പോയി. ഭയങ്കര ചെറുതായി പോയി അല്ലേ? ആ ഇനി ചെറുതാക്കണോ? ഇനിയും ചെറുതാക്കണോ? ഇയ്യോ, വേണ്ട വേണ്ട അല്ല, ഇനിയും ചെറുതാക്കണമെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇനിയും ചെറുതാക്കി ഞാൻ തരാം. വേണോ? വേണ്ട വേണ്ട സാർ, ഇത്രയും ചെറുതായി തന്നെ സാർ. അഭിനയ എന്താ മിണ്ടാത്ത? ഇനിയും ചെറുതാക്കണോ? വേണ്ട സാറേ, ഇനിയും ഇത് ചെറുതായി മതിയോ? ഇത് മതി, ഇത് മതി. ഇത് മതിയോ? ഓ, ഇത് മതി. ഇത് മതി. അത് മതി. അത് മതി. ഇതൊക്കെ എന്താടാ? എന്തൊക്കെ കാണാൻ കിടക്കുന്നത്? ഇനിയുണ്ടല്ലേ? എന്തൊക്കെ കാണാൻ കിടക്കുന്നുണ്ട് ഇവിടെ? കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. ഇനി മക്കളെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. എന്റെ എന്താ പറയാ, ഹെഡ്സെറ്റിലെ ചാർജ് കുറച്ച് കുറവാണ്. അപ്പൊ ഞാൻ ഈ സാധനങ്ങൾ ഓരോന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. എക്സ്പ്ലെയിൻ തന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിച്ചാൽ മതി. ഞാൻ ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ നിങ്ങൾ ഡൗട്ട് ചോദിച്ചാൽ മതി. റെഡി അല്ലേ? കേൾക്കുന്നുണ്ടോ നിങ്ങള്? എന്തൊക്കെയാണ് ബഹാനെ? ഷറല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചല്ലോ? എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിച്ചാൽ മതി. ക്ലിയർ ആക്കണേ. കാരണം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ബോർഡിന് എടുത്താൽ എനിക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ ഹെഡ്സെറ്റിൽ ഒന്ന് ചാർജ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാം, റെഡി ആക്കാം. ഓക്കെ, റെഡി അല്ലേ? നിന്റെ ചാർജറിൽ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഇതിന്റെ ചാർജ് ആണ്. നിരഞ്ജന ഏതാടോ? നിരഞ്ജന നന്യന്റെ അടുത്തിയാ? ആ ശരി. ഇപ്പൊ അതാ എല്ലാരും പേരിങ്ങനെ വന്നതോ? ഇപ്പം പേര് വന്നു. എന്താ നടവ് വാങ്ങി കഴിഞ്ഞാല് ഇതിപ്പോ നിങ്ങളെ അവിടുത്തെ ഇൻഷുറിലെ കുട്ടികൾക്ക് മാത്രമല്ലേ പറ്റുള്ളൂ, പുറത്തുള്ളവർക്ക് പറ്റൂല. ഇല്ല, ഞങ്ങൾ ഗ്രൂപ്പുള്ള ഹലോ സാർ. പോയോ? ഇല്ല സാർ. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടല്ലോ എല്ലാവർക്കും? കേൾക്കുന്നുണ്ട്. വീഡിയോ ഒരു മിനിറ്റ് റെഡിയാക്കാം. ഇപ്പൊ ബോർഡ് ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ പറയുന്നത് നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. അതിനുശേഷം മാത്രം ഡൗട്ട് ചോദിക്കും കേട്ടോ. ഓക്കെ സാർ. അപ്പോ മക്കളെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക എല്ലാവരും. ഒന്നാമത് ശ്രദ്ധിക്കണേ, ജേർണലൈസ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ. നമ്മൾ എന്താ പറയുന്നത്? ട്രാൻസാക്ഷൻസ് ജേർണലൈസ് ചെയ്യാൻ പറഞ്ഞത്. ഇപ്പൊ താഴെ തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് മുഴുവൻ നമ്മൾ എന്ത് ചെയ്യണം? ജേർണൽ ആക്കണം. റെഡി? ശ്രദ്ധിക്കുക. നമ്പർ 1, January 1st, 2016 commenced business with cash rupees 40,000. Commenced business with cash എത്രയാണ്? 40,000. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരാളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു 40,000 രൂപയ്ക്ക് കേട്ടോ. രണ്ടാമത് ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് rupees 15,000. Date 2, open a bank account rupees 15,000. Next, bought machinery rupees 4,000. Machinery purchase ചെയ്തു എത്ര രൂപയ്ക്ക്? 4,000. Next, withdraw cash from bank for office use. Cash എന്ത് ചെയ്തു എന്നാ പറഞ്ഞത്? ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? ഓഫീസ് യൂസിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് എന്താ? പർച്ചേസ് ഗുഡ്സ്. പർച്ചേസ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആണ്. ഗുഡ്സ് പർച്ചേസ് ചെയ്തു. എത്രയാ? നമുക്ക് 9,000 rupees.
ജോൺ എന്ന് പറയുമ്പോൾ ക്യാഷ് പർച്ചേസ് ആണ് പ്രത്യേക അവർ പറയുന്നത്. ക്യാഷ് പർച്ചേസ് ഫ്രം ജോൺ. റെഡി? അപ്പോൾ ക്യാഷ് പർച്ചേസ് ആണ്. നെക്സ്റ്റ് പർച്ചേസ് ഗുഡ്സ് പെയ്ഡ് ബൈ ചെക്ക്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പർച്ചേസ് ഗുഡ്സ് പെയ്ഡ് ബൈ ചെക്ക്. കുറച്ച് ഗുഡ്സ് പർച്ചേസ് ചെയ്തു, ക്യാഷ് കൊടുക്കുന്നതിന് പകരം നമ്മൾ എന്താ കൊടുത്തത്? ചെക്ക് ആണ് കൊടുത്തത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വൺ ക്യാഷ് പെയ്ഡ് ഇൻ ടു ബാങ്ക്. നമ്മൾ എന്താ ചെയ്തത്? ക്യാഷ് പേ ചെയ്തു. ഇതിനകത്ത് ഡ്രോ ഫോർ ഓഫീസ് യൂസ് അല്ലേ? ഡ്രോ ഫോർ ഓഫീസ് യൂസ് എന്നാൽ ഓഫീസിന്റെ യൂസിന് വേണ്ടിയിട്ട് വിഡ്രോ ചെയ്തതാണ്. അപ്പൊ അത് ബാങ്കിൽ നിന്നായിരിക്കും വിഡ്രോ ചെയ്തിട്ടുണ്ടാവുക. റെഡിയാണല്ലോ? അപ്പൊ അത് ബാങ്കിൽ നിന്നായിരിക്കും വിഡ്രോ ചെയ്തിട്ടുണ്ടാവുക. കൺഫ്യൂഷൻ ആവരുത്, ശ്രദ്ധിക്കുക. നെക്സ്റ്റ് അടുത്തെന്താ? സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു മോഹൻ. എന്താ സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു മോഹൻ എന്ന് പറയുമ്പോൾ സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു മോഹൻ എന്ന് പറയുമ്പോൾ മോഹൻ എന്ന് പറയുന്ന പാർട്ടിക്ക് നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് ഗുഡ്സ് ക്രെഡിറ്റ് ബേസിൽ വിറ്റു അല്ലേ? ചെക്ക് ഇഷ്യൂഡ് ടു രാജൻ. രാജൻ എന്ന് പറയുന്ന പാർട്ടിക്ക് നമ്മൾ എന്താ ചെയ്തത്? ചെക്ക് കൊടുത്തു എന്നാണ്. ചെക്ക് ഇഷ്യൂ ചെയ്തു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് അടുത്തെന്താ? ചെക്ക് റിസീവ്ഡ് ഫ്രം മോഹൻ. മോഹൻ എന്ന് പറയുന്ന പാർട്ടിയുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ചെക്ക് റിസീവ് ചെയ്തു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എന്താ പറഞ്ഞാൽ? ഗുഡ്സ് റിട്ടേൺഡ് ബൈ മോഹൻ. ഗുഡ്സ് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ മോഹൻ എന്ത് ചെയ്തു? റിട്ടേൺ ചെയ്തു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗുഡ്സ് റിട്ടേൺഡ് ബൈ മോഹൻ. റെഡി? ശ്രദ്ധിക്കുക. then goods returned to രാജൻ എന്ന് പറയും. രാജൻ എന്ന് പറയുന്ന ആൾക്ക് അങ്ങോട്ടേക്ക് ഗുഡ്സ് റിട്ടേൺ ചെയ്തു. അപ്പൊ അത് പർച്ചേസ് റിട്ടേൺ ആയി. നേരത്തെ പറഞ്ഞത് സെയിൽസ് റിട്ടേൺ ആണ്, ഇപ്പൊ ഞാൻ പറഞ്ഞത് പർച്ചേസ് റിട്ടേൺ ആണ്. വ്യത്യാസമുണ്ട്, നന്നായിട്ട് മനസ്സിലാക്കുക. അല്ലാതെ ചെയ്യരുത്, തെറ്റിപ്പോകും. ഓക്കെ. നെക്സ്റ്റ് മോഹൻസ് ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക്. നേരത്തെ മോഹൻ തന്ന ചെക്ക് എന്ത് ചെയ്തു എന്നാ പറഞ്ഞത്? ബാങ്കിലേക്ക് പേ ചെയ്തു എന്നാ പറഞ്ഞത്. നെക്സ്റ്റ് വൺ എന്താ പറഞ്ഞത്? Cash withdrawn by proprietor for personal use. Cash withdrawn by proprietor for personal use പറഞ്ഞാൽ cash withdrawn ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? ആരാ withdraw ചെയ്തത്? proprietor ആണ്. proprietor എന്ന് പറഞ്ഞാൽ ഓണർ ആണ്. ഓണർ withdraw ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാ? personal use-ന് വേണ്ടിയിട്ടാണ് withdraw ചെയ്തത്. personal use-ന് വേണ്ടിയിട്ട് withdraw ചെയ്തു. next എന്താണ്? rent paid by check. sorry, goods withdrawn വേണ്ടിയിട്ടാണ്. goods withdrawn by proprietor for personal use. നേരത്തെ cash ആണ് withdraw ചെയ്തത്, ഇപ്പൊ എന്താ withdraw ചെയ്തത്? goods ആണ് withdraw ചെയ്തത്. goods withdraw ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ് മക്കളെ? personal use-ന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് എന്താണ്? rent paid by check അല്ലേ? paid rent by check എത്രയാണ്? 1100. ചെക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താ കൊടുത്തത്? rent കൊടുത്തു എന്നാ പറഞ്ഞത്. നെക്സ്റ്റ് എന്താണ്? received commission എത്രയാ? 600. commission received എത്രയാ? 600. അടുത്തെന്താ? bank charges for the month rupees 50. bank charge ചെയ്തു എന്നാ പറഞ്ഞത്. നമ്മളെ 50. നെക്സ്റ്റ് എന്താണ്? interest on deposit rupees 80 അല്ല interest on deposit amount credited. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിന്റെ മുകളിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഇൻട്രസ്റ്റ് തന്നുന്നതാണ്. റെഡി? ഇങ്ങോട്ടേക്ക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെപ്പോസിറ്റ് ബാങ്കിലെ ബാങ്കിലേക്ക് ആ ഇൻട്രസ്റ്റ് നമുക്ക് ബാങ്ക് തന്നു പറയുന്നത്. നെക്സ്റ്റ് എന്താ പറയുന്നത്? മോഹൻസ് ചെക്ക് വാസ് റിട്ടേൺഡ് ആൻഡ് ഡിസോർഡർഡ്. മോഹന്റെ ചെക്ക് നേരത്തെ നമ്മൾ കൊടുത്ത മോഹന്റെ ചെക്ക് എന്താണെന്ന് പറഞ്ഞത്? റിട്ടേൺഡ് ആയി എന്നാണ് പറഞ്ഞത്. മോഹന്റെ ചെക്ക് എന്താണെന്ന് പറഞ്ഞാൽ റിട്ടേൺഡ് ആയി. നെക്സ്റ്റ് എന്താണ്? paid salary to manager അല്ലേ? സാലറി ആർക്ക് കൊടുത്തു എന്നാണ് പറഞ്ഞത്? മാനേജർക്ക് കൊടുത്തു എന്നാണ് പറഞ്ഞത്. മാനേജർക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. ഈ ക്വസ്റ്റ്യൻ ഞാൻ സോൾവ് ചെയ്യാം. ഞാൻ സോൾവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് ചോദിക്കാം. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഓക്കെ, റെഡി? ഞാൻ ഈ ട്രാൻസാക്ഷൻ ഒക്കെ ഞാൻ നിങ്ങൾക്ക് ബോർഡിൽ സോൾവ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. റെഡിയാണ്? സാറേ ബോർഡ് ക്ലിയർ ഫുള്ള് കാണില്ല. ഓക്കെ, അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ commence to discuss with the cash. എല്ലാവർക്കും അറിയുന്ന ഒരു ജേർണൽ ആണ് commence to discuss with the cash എന്ന് പറഞ്ഞാൽ എന്താ? cash account added to capital അല്ലേ? അപ്പോൾ ഡേറ്റ് 1 ആണ്. ഡേറ്റ് 1 എമൗണ്ട് ഒക്കെ മക്കളെ 40,000. അപ്പോൾ നിങ്ങൾ എന്താ എഴുതുന്നത്? നിങ്ങൾ എന്തെങ്കിലും വരയ്ക്കരുത്. നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ജേർണൽ വരയ്ക്കുക. ജേർണൽ വരച്ചിട്ട് താഴേക്ക് ഡേറ്റ് വരയ്ക്കാമെന്ന് തോന്നുന്ന എഴുതാ. ജസ്റ്റ് ക്ലോസ് ചെയ്യാം. അങ്ങനെ പോകട്ടോ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് commence to discuss with the cash ആണ്. commence to discuss with the cash പറയുമ്പോൾ എൻട്രി ഇല്ല. cash account added to capital ആണ്. അപ്പൊ ആദ്യത്തെ ഡേറ്റ് 1 കൊടുക്കുക. 1/1 എന്താ നമ്മുടെ ജേർണൽ
ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ അല്ലേ? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്താ എഴുതണ്ടേ? ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. എമൗണ്ട് എത്ര മക്കളെ? 40,000 ആണ്. അപ്പൊ എമൗണ്ട് 40,000 കാണിക്കാം. എമൗണ്ട് എന്ത് ചെയ്യണം നമ്മള്? 40,000 കാണിക്കാം. ഇതിന്റെ നരേഷൻ എന്താ? നരേഷൻ നിങ്ങൾ എഴുതിയാൽ മതി. ഞാൻ നരേഷൻ എഴുതുന്നില്ല, കാരണം സ്പേസ് കുറവാണ്. അതുകൊണ്ട് നരേഷൻ നിങ്ങൾ എഴുതാം. നരേഷൻ നമുക്ക് കമൻസ് ബിസിനസ് വിത്ത് ക്യാഷ് ആണ്. അപ്പൊ ഒന്നാമത്തത് കമൻസ് ബിസിനസ് വിത്ത് ക്യാഷ്. നിങ്ങൾ നരേഷൻ എഴുതണേ. ഞാൻ നരേഷൻ എഴുതാതെ പോകുന്നു. ഞാൻ നരേഷൻ പറയുന്നുണ്ട്, നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട്. രണ്ടാം തീയതി ബോർഡ് ഫുള്ള് കാണുന്നില്ല. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ? ബാങ്ക് അക്കൗണ്ട് അക്കൗണ്ട് ക്യാഷ് ആണ് അല്ലേ? എനിക്ക് എന്താണ്? ബാങ്ക് അക്കൗണ്ട് അക്കൗണ്ട് ക്യാഷ്. ഡേറ്റ് 2 കൊടുക്കുക. 2/1 അല്ലേ? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ അറിയുന്നതാണ്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ എന്താ മക്കളെ? ടു ക്യാഷ് അല്ലേ? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. എമൗണ്ട് എത്രയാ? 15,000 ആണ്. അപ്പൊ എമൗണ്ട് കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യാം? 15,000 കാണിക്കുക. ഇതിന്റെ നരേഷൻ എന്താണ്? ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കും. എന്താ കാണിക്കണ്ടേ? ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കും. റെഡി അല്ലേ? മൂന്നാമത് ശ്രദ്ധിക്കാം, ഡേറ്റ് 4 ആണ്. അപ്പൊ ഡേറ്റ് മാത്രം എന്ത് ചെയ്യണം? 4 കൊടുക്കാം. റെഡി? 4/1/2016 എന്ന് പറഞ്ഞ ഡേറ്റ് കൊടുക്കുക. ബോട്ട് മെഷീനറി എത്ര രൂപയ്ക്കാ? 4,000 rupees ആണ് ബോട്ട് മെഷീനറി. റെഡി ആണല്ലോ? അപ്പൊ മെഷീനറി വാങ്ങുമ്പോ എന്താണ് എൻട്രി? മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ആണ്. അപ്പൊ ഡേറ്റ് എന്ത് ചെയ്യണം? 4/1 അല്ലേ? 4/1 കൊടുക്കാം. എൻട്രി എന്ത് വരിക? മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ. ശ്രദ്ധിക്കുക, മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് ആണ്. അപ്പൊ എമൗണ്ട് എത്ര എഴുതാം? 4,000 എഴുതാം. എമൗണ്ട് കോർട്ടില് 4,000 കാണിക്കുക. എമൗണ്ട് കോർട്ട് എത്ര കാണിക്കുക? 4,000 കാണിക്കുക. നരേഷൻ എന്താ കൊടുക്കുക? ബോട്ട് മെഷീനറി എന്ന് പറഞ്ഞ് കാണിക്കുക. ബോട്ട് മെഷീനറി എന്ന് പറഞ്ഞ് കാണിക്കുക. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ്? വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്. ഡേറ്റ് 5 ശ്രദ്ധിക്കുക, ഡേറ്റ് 5 അല്ലെ? 5 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 5/1/2016 വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ് പറഞ്ഞാൽ ക്യാഷ് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യാന്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ പേഴ്സണൽ പർപ്പസ് ആണോ? അല്ല, ഓഫീസ് യൂസിന് വേണ്ടിയിട്ടാണ്. എത്ര വിഡ്രോ ചെയ്ത്? 3,000 rupees ആണ്. അപ്പൊ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുമ്പോൾ ബാങ്കിന്റെ എമൗണ്ട് കുറയും. നേരെ എവിടേക്കാണ്? ബിസിനസ്സിലേക്കാണ്. നമ്മുടെ നരേഷൻ സോറി എൻട്രി ക്യാഷ് അക്കൗണ്ട് ക്യാഷ് ആണ്. ഡേറ്റ് 5 ആണ്. സോ 5/1 എന്താ എൻട്രി കൊടുക്കണ്ടേ? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ അല്ലേ? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്താ മക്കളെ വരിക? ബാങ്ക് ആണ്. എമൗണ്ട് എത്ര വരിക? എമൗണ്ട് 3,000 ആണ്. അപ്പൊ എമൗണ്ട് കോർട്ടില് എന്ത് ചെയ്യണം? 3,000 കാണിക്കണം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് എന്താ? അടുത്തത് ഡേറ്റ് 6 ആണ്. 6 ആണ്. ശ്രദ്ധിക്കുക, ഡേറ്റ് 6. പർച്ചേസ് ഗുഡ്സ് ₹9,000. പർച്ചേസ് ഗുഡ്സ് ₹9,000. പർച്ചേസ് ചെയ്യാൻ പറയുന്നത് നിങ്ങൾക്ക് അറിയാം. എന്താണ് എൻട്രി വരിക? പർച്ചേസ് അക്കൗണ്ട് ക്യാഷ് ആണ് അല്ലേ? പർച്ചേസ് അക്കൗണ്ട് ടു ക്യാഷ് ആണ്. അപ്പൊ 6/1 കൊടുക്കുക. 6/1 എന്താ എൻട്രി വരിക? പർച്ചേസ്. ശ്രദ്ധിക്കുക, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ അല്ലേ? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്ത് വരും? ക്യാഷ് വരും. പർച്ചേസ് അക്കൗണ്ട് ക്യാഷ് എത്രയാ? 9,000 ആണ്. അപ്പോ 9,000 കാണിക്കുക. എമൗണ്ട് കൊടുത്തിട്ട് 9,000. ശ്രദ്ധിക്കുക, ഇതിന്റെ നരേഷൻ എന്താണ്? പർച്ചേസ് ഓഫ് ഗുഡ്സ് എന്ന് എഴുതാം. ഇതിന്റെ പർച്ചേസ് ഓഫ് ഗുഡ്സ് എന്ന് എഴുതാം. നെക്സ്റ്റ് അടുത്തത് എന്താ മക്കളെ? സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഡേറ്റ് 7 ആണ്. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം എന്താണ് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് പറയുമ്പോൾ. ഞാൻ ഇരുന്ന് പറയുമ്പോൾ നിങ്ങൾ മൈക്ക് ഓൺ ആക്കാതെ നിങ്ങൾ വീട്ടിൽ നിന്ന് ജസ്റ്റ് പറഞ്ഞു നോക്കുക. എന്നാലും നിങ്ങൾക്ക് റിക്കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് പറയുമ്പോൾ എൻട്രി എന്താ? ക്യാഷ് ക്യാഷ് അക്കൗണ്ട് അക്കൗണ്ട് സേവ്സ് എത്ര മക്കളെ? 5,000. ഡേറ്റ് എത്രയാ? 7 അല്ലേ? ഡേറ്റ് 7 ആണ്. അപ്പൊ എന്ത് ചെയ്യാം? അപ്പൊ 7/1 ക്യാഷ് സേവ്സ് എൻട്രി എന്താ? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ അല്ലേ? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ. സർ ബോർഡ് ക്ലിയർ അല്ല. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സേവ്സ് എത്ര വരിക? നമുക്ക് വരുന്ന എമൗണ്ട് എന്ന് പറയുമ്പോൾ 5,000 ആണ്. അപ്പൊ 5,000 കാണിക്കുക. ആരെങ്കിലും ഒരാൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? എന്താ പറ്റിയേ? സർ ബോർഡ് ക്ലിയർ അല്ല. ഓ സർ ബോർഡ് ക്ലിയർ അല്ല.
ബോർഡ് ക്ലിയർ അല്ല? ഇല്ല സാർ, കുറെ നേരെ കുറെ കുട്ടികൾ പറയുന്നുണ്ട്. സാർ എഴുതുന്ന കാണുന്നില്ല. ബോർഡ് ക്ലിയർ ആണല്ലോ. കംപ്ലീറ്റ് കിട്ടുന്നില്ല. ഒരു മിനിറ്റ് സാർ, ആ സൈഡിലേക്ക് മാത്രം കാണുന്നത്. ഇപ്പോഴോ? ഇല്ല സാർ. ഇപ്പൊ ക്ലിയർ ആണോ? ലെഫ്റ്റിലേക്ക്. സാർ കുറച്ച് സൂം ചെയ്താൽ മതി. ഒരു മിനിറ്റ്. ഇപ്പൊ ഓക്കെ ആണോ? ഹലോ, ഇപ്പൊ ഓക്കെ ആണോ? അല്ല സാർ, നിങ്ങൾക്ക് എഴുതുന്ന തീരെ വായിക്കാൻ പറ്റുന്നില്ല. സാർ ലെഫ്റ്റിലേക്ക് തീരെ കാണുന്നില്ല. കാണുന്നില്ല? ഓക്കെ, നിങ്ങളെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആണോ നോക്ക്. അല്ല സാർ, സാർ അത് ഭയങ്കര ചെറിയ ലെക്ചേഴ്സ് ആയിട്ടാണ്. എന്താ സംഭവം? എനിക്ക് കുഴപ്പമില്ല. പിന്നെ അഭിനെന്താ കുഴപ്പം? വായിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ ഭയങ്കര ക്ലിയർ ആണെന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ വായിക്കാൻ പറ്റുന്നുണ്ട്. അതെന്താന്നറിയോ, ഞാനത് എല്ലാ ജേണലും കൂടെ അതിൻ്റെ അകത്ത് പൊള്ളിക്കാൻ വേണ്ടി നോക്കിയതാ. ഞാൻ വലുതാക്കണോ? പക്ഷെ വലുതാക്കി എഴുതണോ? അറിയില്ല, എനിക്ക് അവര് പറഞ്ഞു. എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ വലുതാക്കി എഴുതാം. ഇതുവരെ എഴുതിയത് ഓക്കെ അല്ലേ? ഇതുവരെ ഞാൻ പറഞ്ഞൊക്കെ കേട്ടില്ലേ? ആ സാർ, ഓക്കെ. ഓക്കെ, ഞാൻ ഇനി കുറച്ച് വലുതാക്കി എഴുതണം. ഓക്കെ, അപ്പൊ നമ്മുടെ ഡേറ്റ് 7 വരെ പറഞ്ഞു. അടുത്ത മുതൽ നമുക്ക് ക്ലിയർ ആക്കാം. ശ്രദ്ധിച്ചു. അടുത്തെന്താണ്? ക്യാഷ് പർച്ചേസ് ഫ്രം ജോൺ ആണ്. ഡേറ്റ് 9, ക്യാഷ് പർച്ചേസ് ഫ്രം ജോൺ. ക്യാഷ് പർച്ചേസ് ഫ്രം ജോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ജോണിന്റെ പേര് ശരി പറയേണ്ട ആവശ്യമില്ല. ക്യാഷ് പർച്ചേസ് ആണെങ്കിൽ ഒരാളുടെ പേരിനുള്ള പ്രസക്തി ഇല്ല. ശരിക്കും അത് നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി പറഞ്ഞതാ. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ പർച്ചേസോ സെയിലോ നടക്കുന്ന സമയത്ത് ഒരാളുടെ പേര് പറയുന്നുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ആയിരിക്കും. പക്ഷെ ഇത് നിങ്ങൾ ക്രെഡിറ്റ് ആയിട്ട് എടുക്കരുത്. കാരണം ഇവിടെ നമ്മൾ ജോൺ എന്ന് പറയുന്ന ഒരാളുടെ പേര് പറഞ്ഞാലും ഇവിടെ ക്യാഷ് പർച്ചേസ് ആണെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ ഡേറ്റ് 9 ആണ്. ഡേറ്റ് 9 എന്താണ്? ക്യാഷ് പർച്ചേസ് ഫ്രം ജോൺ എത്രയാണ്? 3000 ആണ് അല്ലെ? അപ്പൊ ക്യാഷ് പർച്ചേസ് ഫ്രം ജോൺ 3000 ആണ്. അപ്പൊ നമ്മൾ അവിടെ എഴുതേണ്ട എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് അക്കൗണ്ട് അക്കൗണ്ട് ക്യാഷ് ആണ്. ശ്രദ്ധിക്കുക, പർച്ചേസ് അക്കൗണ്ട് അക്കൗണ്ട് ക്യാഷ്. അപ്പൊ ഡേറ്റ് 9 ആണ്. അപ്പൊ 9/1 എന്താ എഴുതണ്ടേ? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്ത് കൊടുക്കണം? ക്യാഷ് കൊടുക്കണം. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. എത്രയാ? 3000 ആണ് എമൗണ്ട്. എമൗണ്ട് എത്ര വരിക? 3000. അപ്പോൾ 3000 കാണിക്കണം. 3000 കാണിക്കണം. ഒരു കൂട്ടുണ്ടോ? 3000 കാണിക്കുക. ഇതിന്റെ നരേഷൻ എന്താ? ക്യാഷ് പർച്ചേസ്. റെഡി? ദ നെക്സ്റ്റ് അടുത്ത എന്താണ്? ഡേറ്റ് 11, പർച്ചേസ് ഗുഡ്സ് പെയ്ഡ് ബൈ ചെക്ക് എന്നാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പർച്ചേസ് ഗുഡ്സ് പെയ്ഡ് ബൈ ചെക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാഷ് അല്ല കൊടുത്തത്, പകരം ചെക്ക് ആണ് കൊടുത്തത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ചെക്ക് കൊടുത്താൽ അവിടെ ബാങ്ക് തന്നെ എഴുതാൻ പാടുള്ളൂ. ഡേറ്റ് 11 ആണ്. ശ്രദ്ധിക്കുക, 11 അല്ലെ? 11/1 പർച്ചേസ് പെയ്ഡ് ബൈ ചെക്ക് ആണ്. അപ്പൊ എന്താണ്? നോർമൽ ലെവലിൽ എൻട്രി പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ. ശ്രദ്ധിക്കുക, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്താ വരിക? ബാങ്ക് അക്കൗണ്ട് ആണ് വരിക. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് ആണ് വരിക. എമൗണ്ട് വരുന്നത് 2000 ആണ്. അപ്പൊ എമൗണ്ട് പുറത്ത് 2000 കാണിക്കുക. നരേഷൻ എന്താണ്? പർച്ചേസ് പെയ്ഡ് ബൈ ചെക്ക് എന്ന് കൊടുക്കണം അല്ലെ? ക്യാഷ് പർച്ചേസ് പെയ്ഡ് ബൈ ചെക്ക്.
ഓക്കെ നെക്സ്റ്റ് 13 ശ്രദ്ധിക്കണേ. ക്വസ്റ്റ്യൻ സോറി ട്രാൻസാക്ഷൻ 13 ആണ്. ഡേറ്റ് 13 ശ്രദ്ധിക്കുക. ക്യാഷ് പെയ്ഡ് ഇൻ ബാങ്ക് ₹2500. ക്യാഷ് പെയ്ഡ് ഇൻ ബാങ്ക് ₹2500. അപ്പോൾ ഡേറ്റ് 13 കൊടുക്കുക. 13/1 ക്യാഷ് ബാങ്കിലേക്ക് പേ ചെയ്യുമ്പോൾ എന്താണ് മക്കളെ എൻട്രി? ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന എൻട്രി എന്ന് പറഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് ആണ്. എന്താ എൻട്രി വരിക? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട് അല്ലേ? എമൗണ്ട് എത്ര വരിക? 2500 ആണ് വരിക. എമൗണ്ട് എത്രയാണ്? 2500. നരേഷ് എന്താ കൊടുക്കുക? ക്യാഷ് പെയ്ഡ് ഇൻടു ബാങ്ക് എന്ന് പറഞ്ഞു കൊടുക്കുക. എൻട്രി ക്യാഷ് പെയ്ഡ് ഇൻടു ബാങ്ക് നരേഷ് കൊടുക്കുക. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ഡേറ്റ് 4. ഡേറ്റ് 4 വിഡ്രോ ഫോർ ഓഫീസ് യൂസ് എന്നാണ് പറയുന്നത്. അത് കൺഫ്യൂഷൻ ആവേണ്ട ഒരു കാര്യമില്ല. വിഡ്രോ ഫോർ ഓഫീസ് യൂസ് എന്ന് പറഞ്ഞാൽ ഓഫീസിന് വേണ്ടിയിട്ട് വിഡ്രോ ചെയ്തതാണ്. അപ്പൊ ഓഫീസിനാണ് ഓഫീസിന് വേണ്ടി വിഡ്രോ ചെയ്യാൻ പറ്റും? ഇല്ല. അപ്പൊ എവിടെ എടുത്തിട്ടുണ്ടാവുക? ബാങ്കിൽ നിന്ന് എടുത്തിട്ടുണ്ടാവുക. അപ്പൊ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്ത് എന്തിനു വേണ്ടിയിട്ട്? ഓഫീസ് യൂസിന് വേണ്ടിയിട്ട്. സിമ്പിൾ അല്ലേ? അപ്പൊ ഡേറ്റ് 14 ആണ്. എമൗണ്ട് എത്ര മക്കളെ? 1000 അല്ലേ? അപ്പൊ 1000 ആണ് എമൗണ്ട്. ഡേറ്റ് 14 വിഡ്രോ ഫോർ ഓഫീസ് യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ്. എന്താ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു എന്ത് വരും മക്കളെ? ബാങ്ക് അക്കൗണ്ട് വരും. എത്ര വരിക? 1000 ആണ് വരിക അല്ലേ? 1000. ക്ലിയർ അല്ലേ? 1000. റെഡി? നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വിഡ്രോ ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ് ആണ്. ഡേറ്റ് എത്രയാണ്? 15. ഡേറ്റ് 15 ആണ്. വിഡ്രോ ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ് എന്നാണ് പറയുന്നത്. ഡേറ്റ് 15. അപ്പോൾ 15/1 പേഴ്സണൽ യൂസ് വേണ്ടിയിട്ട് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ എഴുതേണ്ട എൻട്രി എന്താ? നമുക്ക് അറിയുന്നതാണ് എൻട്രി ഡ്രോയിങ് അക്കൗണ്ട് ഡെബിറ്റർ അല്ലേ? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റർ എന്താണ് എൻട്രി? ടു ബാങ്ക് ആണ്. ഡ്രോയിങ് അക്കൗണ്ട് ഡെബിറ്റർ ടു ബാങ്ക് ആണ് ഒരു എൻട്രി. എൻട്രി അതല്ലേ? ദെൻ എമൗണ്ട് എത്രയാണ്? 500 വരും. എമൗണ്ട് എത്ര വരിക? 500. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞു 15 വരെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ 16ലേക്കാണ് പോകുന്നത്. 16 ഡേറ്റ് 16 ശ്രദ്ധിക്കുക. സോറി 16 അല്ല 19 ആണ് ഡേറ്റ് ട്ടോ. ഡേറ്റ് 19 എന്താ പറഞ്ഞത്? പർച്ചേസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം രാജൻ. എന്താണ് പറഞ്ഞത്? പർച്ചേസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം രാജൻ ₹3000 അല്ലേ? രാജൻ എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നതാ പറഞ്ഞത്? കുറച്ച് ഗുഡ്സ് പർച്ചേസ് ചെയ്തു ക്രെഡിറ്റ് ബേസ് അല്ലേ? എമൗണ്ട് എത്ര മക്കളെ? എമൗണ്ട് 3000 ആണ്. അപ്പോൾ ക്രെഡിറ്റ് പർച്ചേസ് ആണ്. എൻട്രി എന്താ? പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് പാർട്ടിയാണ് അല്ലേ? പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് പാർട്ടി ആരാ? രാജനാണ്. അപ്പൊ രാജനാണെങ്കിൽ ഡേറ്റ് 19 കൊടുക്കുക അല്ലേ? അപ്പൊ 19 കൊടുത്തിട്ട് 19/1 അപ്പൊ എന്താണ് എൻട്രി വരിക? പർച്ചേസ് ശ്രദ്ധിക്കുക. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റർ ശ്രദ്ധിക്കണേ. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റർ ടു എന്താ എൻട്രി വരിക? രാജൻ അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റർ ടു രാജൻ അല്ലേ? എമൗണ്ട് എത്ര വരിക? എമൗണ്ട് വരുന്നത് 3000 ആണ്. എമൗണ്ട് വരുന്നത് 3000. അപ്പൊ എമൗണ്ട് കോളത്തിൽ 3000 കാണിക്കുക. എമൗണ്ട് കോളത്തിൽ 3000 കാണിക്കുക. അപ്പൊ നരേഷ് എന്താ കൊടുക്കുക? ക്രെഡിറ്റ് പർച്ചേസ് എന്ന് കൊടുക്കുക. എന്താ കൊടുക്കുന്ന നരേഷ്? ക്രെഡിറ്റ് പർച്ചേസ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഡേറ്റ് 20 നോക്കുക. എന്താ ഡേറ്റ് 20? സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു മോഹൻ എന്നാ പറയുന്നത്. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു മോഹൻ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് സെയിൽസ് ആണ്. ക്രെഡിറ്റ് സെയിൽസിന് എൻട്രി എന്താ? പാർട്ടി അക്കൗണ്ട് ഡെബിറ്റ് സെയിൽസ് ആണ്. ഇവിടെ പാർട്ടി ആരാ? എന്താ? മോഹൻ ആണ്. അപ്പൊ എഴുതുന്ന എൻട്രി എന്താ പറയാ? മോഹൻ അക്കൗണ്ട് ഡെബിറ്റ് അല്ലേ? മോഹൻ അക്കൗണ്ട് ഡെബിറ്റ് എന്ത് എഴുതണം? ടു സെയിൽസ് എന്ന് എഴുതണം. മോഹൻ അക്കൗണ്ട് ഡെബിറ്റ് സെയിൽസ്. ഡേറ്റ് 20 ആണ്. 21. ദെൻ ഡേറ്റ് എത്ര? സോറി എമൗണ്ട് എത്ര വരിക? എമൗണ്ട് 2000 ആണ്. അപ്പൊ എമൗണ്ട് കോളത്തിൽ 2000 കാണിക്കുക. എമൗണ്ട് കോളത്തിൽ എന്ത് ചെയ്യുക? 2000 കാണിക്കുന്നത്. നരേഷ് എന്താ? ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറഞ്ഞു കൊടുക്കുക. എന്താ നരേഷ് വരിക? ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറഞ്ഞ് നരേഷ് കൊടുക്കുക. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് അടുത്തത് ഡേറ്റ് 21 അല്ല 21 ചെക്ക് ആർക്കാ കൊടുക്കുന്നതാണ്? ചെക്ക് എന്താ പറഞ്ഞത്? ചെക്ക് ഇഷ്യൂഡ് ടു രാജൻ ₹1000. ചെക്ക് ഒരു പാർട്ടിക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെക്ക് ഒരാൾക്ക് കൊടുക്കുമ്പോ നമ്മള് ക്യാഷ് പോകുന്നതായിട്ട് റീച്ച് ചെയ്യാൻ പാടില്ല. ബാങ്കിൽ നിന്നാണ് അമൗണ്ട് റെഡ്യൂസ് ആവുക. ചെക്ക് രാജൻ എന്ന് പറയുന്ന ഒരാൾക്ക് കൊടുക്കുന്ന സമയത്ത് എന്തായിരിക്കും എൻട്രി എന്ന് ചോദിച്ചാൽ വെരി സിമ്പിൾ. എന്താ എൻട്രി? പാർട്ടി അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് ആണ്. ഇവിടെ ആരാ പാർട്ടി? രാജനാണ്. അപ്പൊ എൻട്രി എന്താ? രാജൻ അക്കൗണ്ട് ഡെബിറ്റ് ടു അല്ലെ? രാജൻ അക്കൗണ്ട് ഡെബിറ്റ് ടു എന്ത് വരും? ബാങ്ക് വരും. രാജൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് വരും.
to Rajan. Ready? The next, അടുത്ത check received from Mohan. Date 22 ആണ്. അപ്പോൾ date 22 കൊടുക്കാൻ 22 ആണ്. Check received. Sir, camera 5. Check ചെയ്യുമ്പോൾ നമ്മൾ cash ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ എങ്ങനെയാ cash account അപ്ഡേറ്റ് മാറുക? Sir. മോഹനാണ്. എന്താണ് cash account debtor അല്ലേ? cash account debtor to എന്താ കൊടുക്കണം മക്കളെ? മോഹൻ എന്ന് പറഞ്ഞു കൊടുക്കുക. cash account debtor to മോഹൻ. എത്ര amount വരിക? 1000 ആണ് വരിക. cash account debtor to മോഹൻ എത്രയാണ്? 1000 വരും. Okay, the next one. Hello, sir. Oh, good. Sir, camera off. പറ. Sir, camera off. Oh. Hello. Sir, camera off. ഇപ്പോ റെഡി അല്ലേ? Sir, ഇപ്പോ ക്ലിയർ ആയി. ഓക്കേ. പ്രശ്നമില്ലല്ലോ? ഇതുവരെ പറഞ്ഞൊക്കെ കേട്ടില്ലേ? സർ. ഓക്കേ. നെക്സ്റ്റ് അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് നോക്കുക. അടുത്തത് ഡേറ്റ് 23 ഗുഡ്സ് റിട്ടേൺഡ് ബൈ മോഹൻ. ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നോക്കണേ, എല്ലാവരും ചെയ്യരുത്. ഓക്കേ, നെക്സ്റ്റ് ഗുഡ്സ് റിട്ടേൺഡ് ബൈ മോഹൻ എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കുക, ഗുഡ്സ് റിട്ടേൺഡ് ബൈ മോഹൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ? മോഹൻ എന്ന് പറയുന്ന ആള് നമുക്ക് കുറച്ച് സാധനം റിട്ടേൺ ചെയ്യുന്നതാണ്. റെഡി? ഗുഡ്സ് റിട്ടേൺ ബൈ മോഹൻ എന്ന് പറഞ്ഞാൽ മോഹൻ ഗുഡ്സ് റിട്ടേൺ ചെയ്തു എന്നാണ് അർത്ഥം. റെഡി? അപ്പൊ അവിടെ നടന്നത് സെയിൽസ് റിട്ടേൺ ആണ്. നമുക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സെയിൽസ് റിട്ടേൺ ആയിരിക്കും. നമ്മൾ വേറെ ആർക്കും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പർച്ചേസ് റിട്ടേൺ ആണ്. നമ്മൾ പർച്ചേസ് ചെയ്ത സാധനം അങ്ങോട്ട് കൊടുക്കാനായിട്ട് പർച്ചേസ് റിട്ടേൺ. പക്ഷെ ഇവിടെ അതല്ല പറഞ്ഞത്. ഇവിടെ എന്താ പറഞ്ഞത്? ഗുഡ്സ് റിട്ടേൺ ബൈ മോഹൻ ആണ്. നമുക്ക് ഇങ്ങോട്ടേക്ക് റിട്ടേൺ ചെയ്തതാണ്. അപ്പൊ സെയിൽസ് റിട്ടേൺ ആണ്. സെയിൽസ് റിട്ടേണിന്റെ എൻട്രി നിങ്ങൾ ശ്രദ്ധിക്കുക. പഠിക്കാൻ വേണ്ടി എളുപ്പ വഴി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രെഡിറ്റ് സെയിൽസിന്റെ എൻട്രി തല തിരിച്ചിടുക. ക്രെഡിറ്റ് സെയിൽസിന്റെ എൻട്രി എന്താ? പാർട്ടി അക്കൗണ്ട് അക്കൗണ്ട് സെയിലാണ്. അത് തിരിച്ചിടുന്ന സമയത്ത് സെയിൽ എന്ന് പറയുന്നത് സെയിൽസ് അക്കൗണ്ട് അക്കൗണ്ട് പാർട്ടി എന്ന് പറയും. ഇവിടെ ആരാ പാർട്ടി? മോഹനാണ് അല്ലേ? അപ്പൊ എന്താ എൻട്രി വരിക? സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് 23 എന്താ വരിക? സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെപ്റ്റർ എന്ത് വരും? ടു മോഹൻ വരും. സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു മോഹൻ അല്ലേ? സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു മോഹൻ. എത്ര മക്കളെ? എമൗണ്ട് 250 ആണ്. അപ്പൊ എമൗണ്ട് കോളത്തില് 250 കാണിക്കുക. എമൗണ്ട് കോളത്തിൽ എന്ത് ചെയ്യുക? 250 കാണിക്കുക. പിന്നെ നരേഷൻ എന്താ കൊടുക്കുക? സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞു കൊടുക്കുക. എന്താ കൊടുക്കണ്ടേ? സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞു കൊടുക്കുക. നെക്സ്റ്റ് വൺ അടുത്താണ് ഗുഡ്സ് റിട്ടേൺഡ് ടു രാജൻ എന്നാണ്. റെഡി? എന്ന് വെച്ചാൽ രാജൻ എന്ന് പറയുന്ന പാർട്ടിക്ക് നമ്മൾ അങ്ങോട്ടേക്ക് ഗുഡ്സ് റിട്ടേൺ ചെയ്തതാണ്. അതെന്താ സംഭവം? പർച്ചേസ് റിട്ടേൺ ആണ്. എന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിച്ച സാധനം അങ്ങോട്ടേക്ക് റിട്ടേൺ ചെയ്യാണ്. അപ്പൊ പർച്ചേസ് റിട്ടേൺ ആണ്. പർച്ചേസ് റിട്ടേൺ ആണെങ്കിൽ എൻട്രി മറക്കരുത്. നമ്മുടെ ക്രെഡിറ്റ് പർച്ചേസ് എൻട്രി തിരിച്ചിടുക. പർച്ചേസിന്റെ സാധനം പർച്ചേസ് റിട്ടേൺ ആണ്. റെഡി? അപ്പൊ ക്രെഡിറ്റ് പർച്ചേസ് എൻട്രി പർച്ചേസ് അക്കൗണ്ട് അക്കൗണ്ട് പാർട്ടിയാണ്. അപ്പൊ അത് തിരിച്ചിടുന്ന സമയത്ത് പാർട്ടി അക്കൗണ്ട് അക്കൗണ്ട് പർച്ചേസ് റിട്ടേൺ വരും. റെഡി ആണല്ലോ? അവിടെ പാർട്ടി പറഞ്ഞ രാജനാണ്. പാർട്ടി അക്കൗണ്ട് അക്കൗണ്ട് പർച്ചേസ് റിട്ടേൺ ഡേറ്റ് 25 ആണ്. 25 അപ്പൊ എന്താ കാണിക്കണ്ടേ? പാർട്ടി പറയുമ്പോ രാജനാണ്. സോ രാജൻ അക്കൗണ്ട് ഡെപ്റ്റർ. രാജൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്ത് വരും? പർച്ചേസ് റിട്ടേൺ വരും. പർച്ചേസ് റിട്ടേൺ വരും. റെഡി? എമൗണ്ട് എത്ര വരുന്നത്? 300 ആണ്. എമൗണ്ട് വരുന്നത് 300 ആണ്. അപ്പൊ എമൗണ്ട് കോളത്തില് 300 നമുക്ക് കാണിക്കാം. ഇവിടെ എന്താ കാണിക്കുന്നത്? ക്രെഡിറ്റ് പർച്ചേസ് റിട്ടേൺ നമുക്ക് കാണിക്കും. റെഡി? അപ്പൊ നമ്മൾ ഏകദേശം 25 വരെ നമ്മൾ പറഞ്ഞു. 25 വരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ബോർഡിലേക്ക് നോക്കുക. ഞാൻ ഇപ്പൊ മായ്ക്കാൻ പോവാണ്. ജസ്റ്റ് 2 മിനിറ്റ്സ് ടൈം തരാം. അതിനുശേഷം ഞാൻ മായ്ച്ചിട്ട് ഞാൻ അടുത്ത് പറയും. 25 ശേഷം വരെ ഞാൻ പറയും. 2 മിനിറ്റ് വേഗം നോക്കുക.
ഓക്കെ, അപ്പൊ ഡൗട്ട് അവിടെ വെച്ചോ, നമുക്ക് ക്ലിയർ ചെയ്യാം. 25 ശേഷം ഞാൻ പറയുന്നുണ്ട്, 25 ശേഷം നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാം 25 25 ഒരു 3 എണ്ണം വരുന്നുണ്ട്, 25 സെയിം ഡേറ്റ് ആണ് 3 എണ്ണം വരുന്നത്. നോക്കാം. മോഹൻസ് ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക് എന്നാണ്. മോഹൻസ് ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? മോഹൻ നേരത്തെ തന്ന ചെക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു, അത് നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞാൽ ബാങ്കിലേക്ക് പേ ചെയ്തു. ചെക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തുള്ളത് പോലെയാ? ക്യാഷ് ഉള്ളത് പോലെയാ. ആ ക്യാഷ് നമ്മൾ ബാങ്കിലേക്ക് കൊടുക്കുന്ന പോലെ കണ്ടാൽ മതി. ചെക്കാണ് കൊടുക്കുന്നതെങ്കിലും നമ്മൾ ക്യാഷ് കൊടുക്കുന്ന പോലെ കാണാം. അപ്പൊ നമ്മുടെ കയ്യിൽ മോഹന്റെ ചെക്ക് ഉണ്ട്, അത് ബാങ്കിലേക്ക് പേ ചെയ്തു. എത്ര മക്കളെ എമൗണ്ട് 1000 ആണ്, ഡേറ്റ് 25 അല്ലേ? അപ്പൊ 25 കൊടുക്കുക. അപ്പൊ ബാങ്കിലേക്ക് ചെക്ക് കൊടുക്കുക, എൻട്രി വരിക. എന്താ എൻട്രി വരിക? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ആണ്. എന്താ വരിക? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു എന്ത് വരും? ക്യാഷ് വരും. എന്താ വരിക? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് rupees 1000 ആണ് വരിക. എൻട്രി 1000. നരേഷൻ എന്താ കൊടുക്കുക? നരേഷൻ പറയുമ്പോൾ ചെക്ക് വാസ് deposited into bank എന്ന് പറയാം. Check was deposited into bank. The next same date ന വേറൊരു കാര്യം പറയുന്നുണ്ട്. Cash withdrawn by the proprietor for personal use ആണ്. ബാങ്കിൽ നിന്നാണെന്ന് പറയുന്നില്ല. എന്താ പറഞ്ഞത്? ജസ്റ്റ് ക്യാഷ് വിഡ്രോ ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട്. അപ്പൊ ഒന്നും പറയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ബിസിനസ്സിൽ നിന്നാണ് വിഡ്രോ ചെയ്യുന്നത്. റെഡി? അപ്പൊ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടാണ് വിഡ്രോ ചെയ്യുന്നത്. പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് വിഡ്രോ ചെയ്യുമ്പോൾ എൻട്രി ഡ്രോയിങ് അക്കൗണ്ട് അപ്ഡേറ്റ് ക്യാഷ് ആണ്. സെയിം ഡേറ്റ് 25/1 വെച്ച് കൊടുക്കുക. എന്താ ചെയ്യേണ്ടത്? ഡ്രോയിങ് അക്കൗണ്ട് ഡെബിറ്റർ അല്ലേ? ഡ്രോയിങ് അക്കൗണ്ട് ഡെബിറ്റർ ടു എന്ത് വരും മക്കളെ? ടു ക്യാഷ് വരും. ഡ്രോയിങ് അക്കൗണ്ട് ഡെബിറ്റർ ടു ക്യാഷ് അക്കൗണ്ട് വരും. ശ്രദ്ധിക്കാതിന്റെ എമൗണ്ട് വരുന്നത് 500 ആണ്. അപ്പൊ എമൗണ്ട് 500 കാണിക്കുക. എമൗണ്ട് കൊടുത്ത് എന്താ കാണിക്കുന്നത്? 500 കാണിക്കുക. നരേഷ് എന്താ? Cash withdrawn by the proprietor for personal use കൊടുക്കുക. Next, goods withdrawn by the proprietor for personal use. സെയിം ഡേറ്റ് തന്നെ ഗുഡ്സ് വിഡ്രോൺ ചെയ്തിട്ടുണ്ട്. ഗുഡ്സ് വിഡ്രോൺ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ എൻട്രി? നിങ്ങൾ പഠിച്ചതാണ്. ഗുഡ്സ് വിഡ്രോൺ ചെയ്യുമ്പോൾ എൻട്രി ഡ്രോയിങ് അക്കൗണ്ട് ഡെബിറ്റ് ടു പർച്ചേസ് ആണ്. എൻട്രി ഡ്രോയിങ് അക്കൗണ്ട് ഡെബിറ്റ് ടു പർച്ചേസ്. ഒക്കെ പഠിപ്പിച്ചതാണ്, പഠിച്ചവർക്ക് ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ എൻട്രി നമ്മുടെ ഡ്രോയിങ് അക്കൗണ്ട് ഡെബിറ്റ് ടു അല്ലേ? ഡ്രോയിങ് അക്കൗണ്ട് ഡെബിറ്റ് ടു എന്ത് വരും? ടു പർച്ചേസ് വരും. ഡ്രോയിങ് അക്കൗണ്ട് ഡെബിറ്റ് ടു purchase 750 വരും. 750. ഇതിന് നരേഷൻ കൊടുക്കുക. നരേഷൻ എന്ന് പറയുമ്പോൾ withdrawn goods for personal use എന്ന് പറഞ്ഞു കൊടുക്കുക. withdrawn goods for personal use. The next one എന്താണ്? Very simple. 26 paid rent by check 1100 ആണ്. നമ്മൾ rent എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസ് ആണ്. paid എന്ന് പറയുന്നുണ്ട്. paid rent by check സാധാരണ നമ്മൾ ക്യാഷ് ആണ് കൊടുക്കേണ്ടത്. അതിന് പകരം നമ്മൾ എന്താ കൊടുത്തത്? ചെക്കാണ് കൊടുത്തത്. ചെക്കാണ് കൊടുത്തതെങ്കിൽ മക്കളെ ഞാൻ പറയുന്ന സ്ഥിതിക്ക് ചെക്ക് കൊടുത്താൽ ബാങ്കിൽ നിന്നാണ് ക്യാഷ് കുറയാ. അപ്പൊ രണ്ട് കൊടുത്തു കഴിഞ്ഞാൽ 26 അല്ലെ? 26 രണ്ട് കൊടുക്കുമ്പോൾ എന്താ എനിക്ക് വരിക? രണ്ട് അക്കൗണ്ട് ഡെബിറ്റ് അല്ലെ? രണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് വരും. എന്താ എനിക്ക് വരിക? രണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് 1100 ആണ്. 1100. ഇതിനെന്താ നരേഷൻ കൊടുക്കുക? paid rent by check എന്ന് പറയും. The next അടുത്തത് received commission. അതേ ഡേറ്റിൽ തന്നെ എന്ത് വരുന്നുണ്ട്? received commission. commission receive ചെയ്യുമ്പോൾ commission is an income. എന്താ എന്ത് വരിക? cash account debited to commission rupees 600 ആണ്. അപ്പോൾ നമ്മൾ കാണിക്കുന്ന എന്താ? cash account debited to commission 26 കാണിക്കുക. 26 വന്ന് എന്താ വരിക? cash account debited അല്ലേ? cash account debited to commission. cash account debited to commission account. മക്കളെ amount എത്ര വരുന്നത്? commission amount 50 ആണ്. അപ്പോൾ amount കോളത്തില് 50 കാണിക്കുക. amount കോളത്തില് 50 കാണിക്കുക. ഇതിന്റെ നരേഷൻ എന്താ? received commission എന്ന് പറഞ്ഞ് കാണിക്കുക. എന്താ ചെയ്യേണ്ടത്? received commission. റെഡിയാണോ? ഇനി ഞാൻ അപ്പുറത്തെ സൈഡിൽ വായിക്കുന്നുണ്ട്. ഒരു 3 എണ്ണം കൂടെ പറയാനുണ്ട്. 3 എണ്ണം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവും. റെഡി അല്ലേ? അപ്പൊ 3 എണ്ണം കൂടി നമുക്ക് നോക്കാം. നിങ്ങൾ ആ 3 എണ്ണം വായിച്ചു നോക്കുക. വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവും. നോക്കാം. ഓക്കെ, റെഡി? അടുത്ത ഡേറ്റ് 30 ആണ്. 30 എന്താ പറഞ്ഞാൽ ബാങ്ക്
charges for the month. 30-ാം തീയതി ബാങ്ക് കുറച്ച് ചാർജ് ചെയ്യുന്നതാണ് 30-1. നിങ്ങൾ പഠിച്ചതാ ബാങ്ക് ട്രാൻസാക്ഷനില് ബാങ്ക് ചാർജ് ചെയ്യുന്ന എൻട്രി എന്താ? ബാങ്ക് ചാർജസ് അക്കൗണ്ട് ഡെബിറ്റ് ബാങ്ക് ആണ്. എത്ര രൂപ ചാർജ് ചെയ്തേ? 50 രൂപ ചാർജ് ചെയ്തേ അല്ലേ? 50 രൂപയാണ് ചാർജ് ചെയ്തത്. ഇവിടെ കമ്മീഷൻ 600 ആണ്. കമ്മീഷൻ 50 അല്ല 600 ആണ് കേട്ടോ. ബാങ്ക് ചാർജ് ചെയ്തത് 50 ആണ്. ബാങ്ക് ചാർജ് ചെയ്തത് 50 ആണെന്ന് പറയുമ്പോൾ ബാങ്ക് ചാർജസിന് എൻട്രി എന്താ മക്കളെ? ബാങ്ക് ചാർജസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അല്ലേ? അപ്പൊ എൻട്രി വരിക ബാങ്ക് ചാർജസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ആണ്. സോറി ക്യാഷ് അല്ല ബാങ്ക് ആണ്. ബാങ്ക് ചാർജസ് അക്കൗണ്ട് ഡെബിറ്റ് ടു എന്ത് വരും? ടു ബാങ്ക് വരും അല്ലേ? എമൗണ്ട് എത്രയാ? 50. സോറി 50 അല്ല 80. 80 അല്ലേ? 80 ആണ്. 80 അല്ല 50. 50 ആണ്. അപ്പൊ അതിന്റെ നരേഷൻ എന്താ? ബാങ്ക് ചാർജസ് എന്ന് കൊടുത്താൽ മതി. ബാങ്ക് ചാർജസ് ഒക്കെയാണ്. ബാങ്ക് ചാർജസ് അക്കൗണ്ട് ഡെബിറ്റ് ബാങ്ക് ₹50. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റഡ് എമൗണ്ട് ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞാൽ 80 ആണ് അല്ലേ? സെയിം ഡേറ്റ് എത്രയാണ്? 30 കൊടുക്കുക 31. ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റഡ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് നമുക്ക് ബാങ്ക് അലൗ ചെയ്യുന്നതാണ്. ഇൻട്രസ്റ്റ് ബാങ്ക് അലൗ ചെയ്യുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് അത്രയും ബാലൻസ് കൂടുതൽ നമ്മൾ പഠിച്ചതാ. ഇൻട്രസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്തതിനോട് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിന്റെ എൻട്രി നമുക്ക് വരിക. എൻട്രി എന്ന് പറയുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് പഠിച്ചതാണ്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് എത്രയാ? 80 ആണ് വരിക. എത്ര വരിക? 80 ആണ് വരിക. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? 80 വരും. നെക്സ്റ്റ് വൺ അടുത്തത് മോഹൻസ് ചെക്ക് വാസ് റിട്ടേൺ ആൻഡ് ഡിസോണേഡ്. ഡിസോണേഡ് ആയി കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ എൻട്രി? പാർട്ടി അക്കൗണ്ട് ഡെബിറ്റ് ബാങ്ക് ആണ്. ഇവിടെ ആരാ പാർട്ടി? മോഹൻ. മോഹന്റെ ചെക്ക് ഡിസോണേഡ് ആയി എന്ന് പറയുന്നത്. അപ്പൊ എൻട്രി എന്താ നമ്മുടെ? മോഹൻ അക്കൗണ്ട് ഡെബിറ്റ് അല്ലേ? മോഹൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് ആണ് അല്ലേ? എത്ര മോഹന്റെ ചെക്കിന്റെ എമൗണ്ട്? 1000 രൂപയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? എമൗണ്ട് കുറച്ച് 1000 കൊടുക്കുക. എമൗണ്ട് കുറച്ച് എന്താ ചെയ്യേണ്ടത്? 1000 കൊടുക്കുക. Mohan's check was disordered എന്ന് പറഞ്ഞു കൊടുക്കുക. നെക്സ്റ്റ് അടുത്ത പെയ്ഡ് സാലറി ടു മാനേജർ. മാനേജർക്ക് നമ്മൾ എന്ത് ചെയ്തു? സാലറി കൊടുക്കുന്നതാണ് അല്ലേ? എത്ര രൂപ സാലറി കൊടുത്തു? 1500. സെയിം ഡേറ്റ് അല്ലേ? സാലറി കൊടുക്കുമ്പോൾ എന്താ എൻട്രി ചെയ്യുക? സാലറി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ആണ്. സാലറി അക്കൗണ്ട് ഡെബിറ്റ് അല്ലേ? സാലറി അക്കൗണ്ട് ഡെബിറ്റ് ടു എന്ത് ചെയ്യും നമ്മൾ? ക്യാഷ് അല്ലേ? then എത്രയാ? 1500 ആണ് നമ്മൾ സാലറി കൊടുത്തത്. ഇതിന്റെ നരേഷൻ എന്താവില്ല? നരേഷൻ പറയുമ്പോ പെയ്ഡ് സാലറി ടു മാനേജർ. പെയ്ഡ് സാലറി ടു മാനേജർ. ഓക്കേ. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസിന്റെ ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് കഴിഞ്ഞു. നോക്കാം. ഞാൻ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള സമയം തരാം. 1 മിനിറ്റ് ഞാൻ ഹെഡ്സെറ്റ് എടുക്കട്ടെ. അതുവരെ നമ്മൾ നോക്കാം ട്ടോ. ഓക്കേ. മക്കളെ 1 മിനിറ്റ്.
ഹലോ, മക്കളെ വോയിസ് ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നില്ലേ? ക്ലിയർ ആണ് സാർ. ഒരു മിനിറ്റ്. ക്ലിയർ ആണോ? ഓക്കെ. ഡൗട്ട് ഉണ്ടോ? സാർ 20 സാർ ലാസ്റ്റ് ട്രാൻസാക്ഷൻ സാർ പെയ്ഡ് സാലറി ടു മാനേജർ ആനന്ദ് കൊടുത്തിട്ടുണ്ടല്ലോ സാർ. അപ്പം സാർ ഋതുൽ സാർ അപ്പൊ അതിനകത്ത് ഒരു മിനിറ്റ്. ഹെഡ്സെറ്റിന് എന്തോ ഒരു കുഴപ്പമുണ്ട്, എനിക്കത് ക്ലാരിറ്റി വരുന്നില്ല, അതുകൊണ്ടാണ്. ഇതിലൊന്ന് പറഞ്ഞു നോക്ക്. സാർ ഇതിനകത്ത് പെയ്ഡ് സാലറി ടു മാനേജർ ആനന്ദ് എന്ന് കൊടുത്തിട്ടില്ലേ സാർ? അയാളെ പേര് കൊടുത്തിട്ടുണ്ട്, മാനേജറിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പം? സാർ അപ്പൊ നമ്മൾ ജേർണലിൽ എഴുതുമ്പോൾ അയാളെ പേര് എഴുതേണ്ട ആവശ്യമില്ല? ജേണൽ എഴുതുമ്പോൾ ഒരു പേര് എഴുതേണ്ട ആവശ്യമില്ല. സാലറി കൊടുത്തു എന്നല്ല പറഞ്ഞത്. സാലറി കൊടുത്താൽ നോർമൽ ലെവലിൽ എന്താണ് സാലറി അക്കൗണ്ട് അപ് ടു ക്യാഷ് ഇനഫ് വേണമെങ്കിൽ നരേഷനിൽ വേണമെങ്കിൽ എഴുതിക്കാം. എന്താണ് പെയ്ഡ് സാലറി ടു മാനേജർ അത് എഴുതിച്ചാൽ മതി. അല്ലാതെ ജേണലിൽ എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ആക്കുന്ന ഡൗട്ട്. ഡൗട്ട് ഉണ്ടോ? ഗായ്സ് ഓക്കെ ആണോ? സാർ ഓക്കെ. അഭിനോ? ഓക്കെ ആണ് സാർ, റെഡിയാണ്. ഒരു മിനിറ്റ്, നിങ്ങൾ കട്ട് ചെയ്യല്ലേ. ഒരു മിനിറ്റ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഗേൾസിന് ആർക്കെങ്കിലും? ഗേൾസ് ഒക്കെ എന്താന്ന് മിണ്ടാത്ത? കേട്ടില്ല മോളെ, കേട്ടില്ല. ഓക്കെ. അഞ്ജല്, ഭവ്യ, ദിയ ഒക്കെ എല്ലാവർക്കും ഓക്കെ അല്ലേ? നിരഞ്ജന പുതിയ ആളാ? അല്ല, പഴയതാ. ഏകദേശം എത്ര ക്ലാസ് വരുന്നുണ്ട്? പഴയ എല്ലാ ചാപ്റ്റേഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. ഫസ്റ്റത്തെ ക്ലാസ് ഇല്ലാന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ ഉണ്ട്. അതൊക്കെ റെഡിയാക്കാൻ പറ്റും, പ്രശ്നമില്ല. അപ്പൊ ഇതെല്ലാവർക്കും ഓക്കെ ആണേ? അപ്പോ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിച്ച് അതിന്റെ ജേണൽ ഒന്ന് നിങ്ങൾ വീട്ടിൽ നിന്ന് പറഞ്ഞു നോക്ക്. ജസ്റ്റ് ഒരു 5 minutes ഞാൻ ടൈം തരാം. ജസ്റ്റ് ഒന്ന് നോക്ക്. ലെഫ്റ്റ് ആവുന്നത് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ആ ജേണൽ നോക്കാനുള്ള ഒരു സമയം ഞാൻ തന്നതാ.
ആ സാർ കഴിഞ്ഞില്ല. ഹലോ സാർ. മക്കളെ മക്കളെ സാർ ആ പറ. അപ്പൊ ഞാൻ പറയുന്ന ആൾക്കാർ എല്ലാരും വീഡിയോ ഓൺ ആക്കണേ. ആ സാർ. ഞാൻ പറയുന്ന ആൾക്കാർ എല്ലാരും വീഡിയോ ഓൺ ആക്കുക. വീഡിയോ ഓൺ ആക്കാതെ ആരും നിൽക്കരുത്. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് പറയണേ. അപ്പൊ റെഡി? ഞാൻ ഓരോ ആൾക്കാരുടെ പേര് ഞാൻ വിളിക്കും. ഓക്കെ, അപ്പൊ റെഡി? ഞാൻ ഓരോ ആൾക്കാരുടെ പേര് ഞാൻ വിളിക്കും. ഞാൻ ഇതുവരെ ജേണൽ മുഴുവൻ ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആ ജേണൽ പഠിക്കാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ റെഡിയാണല്ലോ? റെഡിയല്ലേ? അപ്പൊ ആദ്യത്തെ ആദർശ് മക്കളെ വീഡിയോ ഓൺ ആക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ വേറെ പണി തരുവേ. ആദർശ് വീഡിയോ ഓണാക്കി സാർ. ഓണാക്കിയോ? ആദർശ് ഏത് സ്കൂളാ? ഞാൻ മർക്കസില്. ആദർശ് ഏത് സ്കൂളാ? ആദർശ് മർക്കസിലാണ് പഠിക്കണേ. ഓക്കെ. ആദർശ് എന്താ ടെൻഷൻ അടിക്കണേ? ആയിക്കോട്ടെ, കുഴപ്പമില്ല. റെഡി? അപ്പോ ഞാൻ നിങ്ങളോട് ഫസ്റ്റ് ആദർശ് എൻട്രി ഒക്കെ പഠിച്ചോ? കുറച്ചൊക്കെ. എൻട്രി ഒക്കെ പഠിച്ചോ ആദർശ്? കുറച്ചൊക്കെ. എൻട്രീസ് ഒക്കെ പഠിച്ചോന്ന്? കുറച്ചൊക്കെ സാർ. കേൾക്കില്ല. ആദർശിനോടാ ചോദിക്കണേ. സാർ കേൾക്കുന്നില്ല. എൻട്രി പഠിച്ചോ? കുറച്ച് ബാക്കി ആര് പഠിക്കും? സ്റ്റക്ക് ആവുന്നുണ്ട് കുട്ടാ. ഒരു മിനിറ്റ്. ആദർശേ, പെയ്ഡ് സാലറി എന്താ എൻട്രി? സാർ കേൾക്കുന്നില്ല. പെയ്ഡ് സാലറി എൻട്രി എന്താ? നീ ഒരു കാര്യം ചെയ്യാതെ കറക്റ്റ് വോയിസ് ശ്രദ്ധിക്കും. നീ അവിടെ എവിടെ കൊണ്ടുപോയിട്ട് വെച്ചിട്ട് കാര്യമില്ല. നേരെ ഹെഡ്സെറ്റ് കുത്ത്. ഹെഡ്സെറ്റ് ഇല്ല സാർ. ആ പറഞ്ഞോ. കേൾക്കുന്നുണ്ടോ? ഹലോ. ആ പറയടാ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. സാലറി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. നിനക്ക് ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? സാലറി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ഓക്കെ. ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ എന്താ എൻട്രി? ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോ എന്താണ്? എന്താ ആദർശം? എന്താ പഠിക്കാത്ത? സാർ അടുത്ത ആള് അഭിനവ് വീഡിയോ ഓൺ ആക്കടാ. ആ സാർ. അഭിനവേ. അഭിനവ് പഠിച്ചോ? ആ സാർ പഠിച്ചിരിക്കുന്നത്. പക്ഷെ ബാങ്കിന്റെ മാത്രം എനിക്ക് പെട്ടെന്ന് ചോദിക്കുമ്പോൾ ചെറിയ എവിടെ ഒരു കൺഫ്യൂഷൻ പറ്റുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ. എന്താ ചെറിയ കൺഫ്യൂഷൻ? ബാങ്ക് ക്ലാസ് കിട്ടിയില്ലായിരുന്നു. അപ്പൊ ഇല്ല സാർ. അത് വെറുതെ അപ്പൊ ഞാൻ നോട്ട് നോക്കി പഠിച്ചാ. അല്ല, ഞാൻ അന്ന് വിളിച്ചായിരുന്നില്ലേ സാറിനോട്? പഠിച്ചോ? പഠിച്ചിട്ടുണ്ട്. ഓക്കെ. എന്നാ ഞാൻ ബാങ്ക് ചോദിക്കുന്നില്ല, മറ്റേ ഞാൻ ചോദിക്കാം. സെയിൽസ് റിട്ടേൺ എൻട്രി ഉണ്ടോ? സെയിൽസ് റിട്ടേൺ എൻട്രി ഉണ്ടോ? പാർട്ടി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. സെയിൽസ് റിട്ടേണോ? സെയിൽസ് റിട്ടേൺ പറഞ്ഞോ. അതല്ല, നമ്മൾ റിട്ടേൺ ചെയ്യുന്നതാണോ അല്ലെങ്കിൽ? സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താടാ? നമ്മളെ കയ്യിൽ നിന്ന് ഗുഡ്സ് വാങ്ങിയ കസ്റ്റമേഴ്സ് അവര് നമ്മളെ ഷോപ്പിലേക്ക് തന്നെ തിരിച്ചു തരുവാണെങ്കിൽ അതിനാണ് സെയിൽസ് റിട്ടേൺ എന്ന് പറയാം. സെയിൽസ് റിട്ടേൺ എൻട്രി എന്താ?
പാർട്ടി അക്കൗണ്ട് ഡയറക്റ്റ് ടു സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് അല്ലേ? പാർട്ടി. പിന്നെ ഇതിന്ന് കുറെ ആൾക്കാർ ലെഫ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഈ ലെഫ്റ്റ് ആയിട്ട് പോകുന്ന ആൾക്കാരെ എനിക്ക് അറിയാം, ഞാനിവിടെ നോട്ട് ചെയ്യുന്നുണ്ട്. ആ ലെഫ്റ്റ് ആയിട്ട് പോകുന്ന ആൾക്കാർക്ക് നല്ല പണി ഞാൻ തരും. ആ ലെഫ്റ്റ് ആയിട്ട് പോകുന്നവന്മാരുടെ പ്രത്യേകം ശ്രദ്ധിക്കാൻ പറയുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പോർഷൻ എടുത്തത്. ആ പോർഷൻ എടുത്ത സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നിട്ട് ഇപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ലെഫ്റ്റ് ചെയ്ത് പോകുമ്പോഴേ ഞാനത് കറക്റ്റ് എൻ്റെ റെക്കോർഡ് ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അഭിനവ് അടുത്ത ക്വസ്റ്റ്യൻ. പിന്നെ എന്താ പറയാ, ബാങ്കിലേക്ക് കുറച്ച് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്ത് എന്താ എൻട്രി? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് വിഡ്രോ ചെയ്താലോ ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുന്ന ഡ്രോയിങ് അക്കൗണ്ട് അല്ല, ഡ്രോയിങ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് അക്കൗണ്ട് അല്ലേ? അത് തെറ്റാണ്. അപ്പൊ ഒരാളെ ബാങ്കിൽ നിന്നാണ് ക്യാഷ് വിഡ്രോ ചെയ്യുന്നത്. ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുന്ന സർ കേൾക്കുന്നില്ല. ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോ എന്താ എൻട്രി? ഒന്നും കൂടി ഒന്ന് പറയോ? എടാ, ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യാണ് ഓഫീസ് യൂസിന് വേണ്ടിട്ട്. ഓഫീസ് യൂസിന് വേണ്ടിട്ട് ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുന്നില്ല. അത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് അക്കൗണ്ടിൽ. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് അക്കൗണ്ട്. തെറ്റാണ്. തെറ്റാ. ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യല്ലേ, പിന്നെ എങ്ങനെ ബാങ്ക് ഡെബിറ്റ് ചെയ്യാം? ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോഴുള്ള വരുന്നല്ലേ എൻട്രി? സാർ ഓർമ്മ വരുന്നില്ലേ? എന്താ ഓർമ്മ വരാത്ത അഭിനവേ? ഫുള്ള് കൺഫ്യൂഷൻ ആയിപ്പോയി, അതാ ഞാൻ പഠിച്ചോളെ. എങ്ങനെയൊക്കെ ബാങ്കിന്റെ മാത്രം എനിക്ക് ഭയങ്കര എന്തോ കൺഫ്യൂഷൻ വരുന്നുണ്ട്. കൺഫ്യൂഷൻ വരരുത് കേട്ടോ. ആകെ 9 ജേർണൽ എൻട്രി അല്ലേ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ 9 സിമ്പിൾ അല്ലേ, ഞാനൊക്കെ പറഞ്ഞല്ലേ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ പഠിക്കണേ. സാർ എന്തായാലും പഠിക്കാം. ഓക്കെ, അഭിരാമി വാ, വീഡിയോ ഓണാക്ക് മോളെ. അഭിരാമി, പിന്നെ ഓണാണ്, ഇപ്പഴാണ് ഓണായ, ഇപ്പൊ കണ്ട. ഓക്കെ, നിന്റെ ഫേസ് കറക്റ്റ് കാണുന്നില്ല, ഫേസിലേക്ക് നോക്കി ക്യാമറ. മുകളിലേക്ക്. ഓക്കെ. മോളെ എന്താ പറയാ, പർച്ചേസ് റിട്ടേൺ എൻട്രി എന്താ? പർച്ചേസ് റിട്ടേൺ സർ പാർട്ടി അക്കൗണ്ട് ഡെപ്റ്റ് ടു പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട്. സെയിൽസ് റിട്ടേണോ? സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെപ്റ്റ് ടു പാർട്ടി അക്കൗണ്ട്. ഇൻകം റിസീവ് ചെയ്യുമ്പോൾ എന്താ എൻട്രി? ഇൻകം റിസീവ് ചെയ്യുമ്പം ഇൻകം അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് അക്കൗണ്ട്. തെറ്റിച്ച് പറയരുത്, ക്യാഷ് അക്കൗണ്ട് പറയുന്നത്. ഓക്കെ, മാറിപ്പോരുത് കേട്ടോ. ഓക്കെ, എക്സ്പെൻസ് പേ ചെയ്യുമ്പോൾ എന്താ എൻട്രി? എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഇൻകം അക്കൗണ്ട്. എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഇൻകം അക്കൗണ്ട്. നെക്സ്റ്റ്, ബാങ്ക് ചാർജസ്. ബാങ്ക് ചാർജ് ചെയ്യുമ്പോൾ എന്താ എൻട്രി? ബാങ്ക് ചാർജ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാങ്ക് അക്കൗണ്ട്. പിന്നെ ചെക്ക് ഡിസോണർ ചെയ്യുമ്പോഴോ? അഭിരാമി എന്താ മിണ്ടാത്ത? പഠിച്ചതാണ്, എന്താ പിന്നെ കിട്ടാത്ത? പോരട്ടെ അങ്ങോട്ട്. വേഗം പറ, ചെക്ക് ഡിസോണർ ആകുമ്പോ എന്താ എൻട്രി?
അഭിരാമി വേഗം പഠിക്കാൻ അവിടെ ഇരുന്നിട്ട്. ആ സർ. അടുത്ത ആള് നമ്മളെ അബിൻ കുന്നത്ത്. വേഗം വാ അബിൻ കുന്നത്ത്. പോരട്ടെ അങ്ങോട്ട്. പഠിച്ചോ? വോയിസ് ഓൺ ആക്കടാ. വോയിസ് ഓഫാ. സോറി സാർ, കുറച്ചൊക്കെ ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് അവിടെ ഇവിടെ റെഡി അടിച്ചാൽ പൊട്ടിക്കും കേട്ടോ. അല്ല സാർ, അവിടെ ഇവിടെയൊക്കെ പഠിച്ചു. ബാക്കി ആര് പഠിക്കും? അല്ല പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സാർ അന്ന് പറഞ്ഞപ്പോ പഠിച്ചു. പിന്നെ സാർ ചോദിക്കാനപ്പോ ജസ്റ്റ് കുറച്ചൊക്കെ ഒന്ന് മറന്നുപോയി. അതെങ്ങനെ മറന്നു പോവാ? അല്ലാതെ ഞാൻ അന്ന് ഫുൾ ക്ലിയർ ആയി പഠിച്ചിരുന്നു. പിന്നെ സാർ ഇങ്ങനെ ചോദിക്കാനപ്പോ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മറന്നു പറഞ്ഞു. അതൊന്നും പറ്റൂല കേട്ടോ. അല്ല ഇനി മറക്കൂല. ഇത് എപ്പ ചോദിച്ചാലും നട്ടപ്പാതിരി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കും. ഞാൻ ചോദിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടണം. ഇപ്പൊ ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോ എന്താ? ചെക്ക് ഇഷ്യൂ സാർ, ചെക്ക് ഇഷ്യൂ ചെയ്യാൻ പറയുമ്പോ എന്താ റിസീവ് ചെയ്യാ? ചെക്ക് കൊടുക്കുമ്പോ പെയ്ഡ് ചെയ്യുമ്പോ പെയ്ഡ് ഇൻ ടു ബാങ്ക്. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. എടാ പെയ്ഡ് ഇൻ ടു ബാങ്ക് അല്ലടാ. ചെക്ക് ഒരു പാർട്ടിക്ക് കൊടുക്കുമ്പോ എന്താ? പാർട്ടി അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. ചെക്ക് പാർട്ടിക്ക് കൊടുക്കുമ്പോ പാർട്ടി അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അല്ലേ? അബിക്ക് അടി കിട്ടിട്ട് എൻ്റെ അടുത്ത്. ക്ലാസ്സിലുണ്ടെങ്കിൽ അടി കിട്ടേണ്ട കേസാ. അല്ല അങ്ങനല്ലേ അബി എന്താ തെറ്റിക്കണേ? അല്ല സാർ അങ്ങനല്ലേ വരിക? എനിക്ക് ക്ലിയർ ആയിട്ട് അവിടെ ഞാൻ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. പിന്നെ നീ അങ്ങനെ കേട്ടിട്ട് നോക്കിയാറുണ്ടോ? പിന്നെ ക്യാഷ് അക്കൗണ്ട്. എടാ ചെക്ക് കൊടുക്കുമ്പോ ക്യാഷ് ആയിട്ട് കാണാൻ പാടുണ്ടോ? അല്ല സാറിൽ പറഞ്ഞ ചെക്ക് കൊടുക്കുമ്പോ ചെക്ക് എപ്പോഴും ക്യാഷ് ആയിട്ട് തന്നെ കാണണമെന്ന്. അത് ചെക്ക് റിസീവ് ചെയ്യുമ്പോഴല്ലേ ക്യാഷ് ആയിട്ട് കാണുമെന്ന് പറഞ്ഞു. പാർട്ടി അക്കൗണ്ട് ഡെബിറ്റഡ് ടു ചെക്ക് അക്കൗണ്ട് അല്ലേ? എന്തല്ലേ അബിയെ? അബി ഈ എന്താ ചെയ്യണ്ട അറിയോ? ഞാൻ എത്ര ജേണൽ എൻട്രി മൊത്തം പഠിപ്പിച്ചു തന്നിട്ട്? ഏകദേശം ഒരു 19, 20, 9. 29. ഓരോ ജേണൽ എൻട്രി ഒരു 10 പ്രാവശ്യം എഴുതാം. 10? 10 തന്നെ. ഇനി കൂട്ടണോ? 5 ഒന്നുമില്ല. അബിക്ക് ഇത് 3-ാമത്തെ പ്രാവശ്യം അബിനെ തെറ്റിച്ചിട്ട് പിന്നെയും ഇതാക്കുന്നു. അബി കുറച്ച് കളി കൂടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇല്ല സാർ, ഞാൻ പഠിക്കുന്നുണ്ട്. അബി നല്ല കളിയാ. നല്ല കളിയാ. 10th ഒരു ലെവല് നമുക്ക് കൂട്ടി പിടിക്കാൻ വേണ്ടിട്ട് ഞാനിത് ഇങ്ങനെ പറയുന്നത്. ഇത് നീ പിന്നെ താഴോട്ടായിട്ടാ പോണേ. അല്ല സാർ, ഞാൻ പഠിച്ച പിന്നെ ഇങ്ങനെ മറന്നോണം. അതെങ്ങനെ മറന്നു അബി? ഇതാണ് ബേസ്. അതായത് അക്കൗണ്ട്സിന്റെ ഏറ്റവും ബേസ് ആണ് നമ്മളിപ്പോ പഠിക്കുന്നത്. ഇനി അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ജേണൽ എൻട്രി ഒക്കെ നന്നായിട്ട് വേണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനിയിപ്പോ ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാൻ പോകുന്ന ലെഡ്ജറാ. ആ ലെഡ്ജറിന് ജേണൽ അറിയില്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇതാണ് ബേസ്. അതായത് നമ്മളൊരു വീട് ഉണ്ടാക്കുന്ന സമയത്ത് വീടിന്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ട സാധനം തറയാണ്, ബേസ്. മനസ്സിലായോ? അപ്പൊ അത് സ്ട്രോങ് ആയില്ല നിങ്ങൾക്ക് എത്ര മുകളിലേക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. ഈ ജേണൽ എൻട്രി പഠിച്ചില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു നോക്ക്. നിങ്ങൾക്ക് ഇനിയിപ്പോ ടോമസ് സാർ ഇനിയിപ്പോ മുന്നോട്ടേക്ക് ക്ലാസ് എടുക്കുമ്പോ കുറെ എണ്ണത്തിന് ജേണൽ എൻട്രി ഒന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല. നിങ്ങൾ പഠിച്ച ആൾക്കാരായതുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമില്ല. അപ്പൊ ഓര് കളിക്കുന്ന കളി നിങ്ങൾ നോക്കി നോക്കും. മനസ്സിലായോ? ഈ ജേണൽ എൻട്രി അറിയാതെ ഓര് കളിക്കുന്ന കളി നീ ശ്രദ്ധിച്ചു നോക്ക്. അപ്പൊ അതാ പറയുന്നത് ബേസ് ആണ്. അപ്പൊ അത് മറക്കരുത്. അബി എന്തായാലും എഴുതണം. അതെനിക്ക് പേഴ്സണൽ ആയിട്ട് എനിക്ക് അയച്ചു തരാൻ വേണം. ഓക്കെ? ഇന്നത്തേക്ക് തന്നെ. വെനസ്ഡേ ഒന്നുമില്ല. ഇന്ന് എനിക്ക് നാളെ രാവിലെ ആകുമ്പോഴേക്ക് സാധനം കിട്ടണം. നാളെ രാവിലെ എന്തായാലും സെറ്റ് ചെയ്താ. ഓക്കെ. ഉടായ്പ എടുക്കരുതേ, പഠിക്കാണ്ടിരിക്കരുത്. ഇല്ല സാർ, പഠിക്കും. ഓക്കെ. അടുത്ത ആള് നമ്മുടെ ആദിൽ എവിടെ പോയി? ആദിലെ വീഡിയോ വീഡിയോ ഓണാക്ക്. ആദിലെ പറ. എന്താ സാറേ? പഠിച്ചോ? കുറച്ചേ പഠിച്ചിട്ടുള്ളൂ. എന്താ ബാക്കി കുറച്ചാരും പഠിക്കും? ഞാൻ പഠിക്കണോ? ബാക്കി പഠിക്കണോ? എപ്പ പഠിക്കൂ? അത് പഠിക്കൂ. ആയിക്കോട്ടെ. പറ. ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോ എൻട്രി എന്താ?
ഈ ഒരു സ്ഥലത്ത് അവിടെ നിൽക്ക്. നീ ഇങ്ങനെ ഇളകി ഇളകി കളിക്കല്ല. എന്റെ ഫേസ് കറക്റ്റ് ഇങ്ങനെ കാണും. സാർ ക്വസ്റ്റ്യൻ ഒന്നൂടെ പറയോ? ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോ എന്താ എൻട്രി? ബാങ്കിലേക്ക് ബാങ്ക് അക്കൗണ്ട്. ആ പറഞ്ഞോ, പോരാ, ശരിയാണ്, പറഞ്ഞോ. ബാങ്ക് അക്കൗണ്ട് ഇയർ ടു ക്യാഷ് അക്കൗണ്ട് ആണോ? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോഴോ? ശരിയല്ലേ? ശരിയാണ്. അപ്പൊ ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ എൻട്രി അത് ക്യാഷ് അക്കൗണ്ട്. നേരെ തിരിച്ചിട്ടാൽ എങ്ങനെയാവും? ആ തിരിച്ച് പറ. തിരിച്ചിട്ട് അങ്ങനെ ആവും പറഞ്ഞിട്ട് കാര്യമില്ല, പറയാ. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഓക്കെ. അപ്പൊ പേഴ്സണൽ യൂസിന് വേണ്ടിട്ട് വിഡ്രോ ചെയ്യുമ്പോൾ എന്താ എൻട്രി? പേഴ്സണൽ യൂസോ? ആലോചിക്കട്ടെ. അതിൽ നല്ല തല്ലിട്ടണം കേട്ടോ. അതിലെ കുറച്ച് ആലോചിച്ചാൽ കിട്ടൂ. എന്നാ പറ, ആലോചിച്ച് പറഞ്ഞാ മതി. നല്ല പറഞ്ഞു. സാർ ക്വസ്റ്റ്യൻ പറയോ? ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ്. വിഡ്രോയിങ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാങ്ക് അക്കൗണ്ട് ആണ്. വിഡ്രോയിങ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാങ്ക് അല്ല, ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാങ്ക് ആണ്. തെറ്റിച്ച് പറയരുത് കേട്ടോ. അതിൽ പോയോ? മനസ്സിലായോ? ഡ്രോയിങ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാങ്ക് ആണ്. റെഡി? ഹലോ ഹലോ അതിലെ ഈ പഴയ ഉടായ്പ എടുക്കാം അല്ലേ? അടുത്ത ആള്. അതിൽ ഞാൻ പണിയാ പറ. അടുത്ത ആകാശ് എവിടെ പോയി? ആകാശ് ആ വീഡിയോ ഓണാക്ക്. ആകാശ് പഠിച്ചോ? ഈ നേരത്തെ ഉടായ്പ പഠിച്ചല്ലേ? ഞാനോ? ആ എന്നെ കണ്ടാലറിയാ കുറച്ച് ഉടായ്പാണെന്ന്. ആദർശ പറ. ആകാശ് പറ. ചെക്ക് ഡിസോണർ ആകുമ്പോ എന്താ എൻട്രി? ആലോചിക്കട്ടെ. നീ ആലോചിച്ചോ. ആകാശ് പഠിച്ചില്ലല്ലോ? ആകാശ് വേഗം അവിടെ നിന്ന് പഠിക്കും. ഞാൻ ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കും. അടുത്ത ആള് ആകാശ് വേഗം അവിടെ നിന്ന് പഠിക്കും. അഞ്ചൽ വാ. അഞ്ചലെ വീഡിയോ ഓണാക്കിയോ? ഓണാക്കി. അപ്പോ അഞ്ചലെ നമ്മുടെ എന്താ പറയാ എക്സ്പെൻസ് പേ ചെയ്യുമ്പോ എന്താ എൻട്രി? എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഇപ്പോ ഇൻകം റിസീവ് ചെയ്യുമ്പോ എന്താ എൻട്രി? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻകം അക്കൗണ്ട്. ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോ എന്താ എൻട്രി ഓഫീസിൽ നിന്ന്? പാർട്ടി അക്കൗണ്ട് ഡെപ്റ്റർ ടു അഞ്ചലെ തെറ്റിച്ച് പറയരുത്. സർ ഒന്നുകൂടി പറയാം. Withdraw cash from office for personal use. Cash account debtor to capital expense account. അഞ്ചല് തെറ്റിച്ചാണ് പറയുന്നത്. തെറ്റാണ് പറയുന്നത്. പേഴ്സണൽ യൂസാ. ആ പേഴ്സണൽ യൂസിന് വേണ്ടിട്ട് വിഡ്രോ ചെയ്താൽ എന്താ എൻട്രി എന്നാ ചോദിച്ചേ? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അടിപൊളി. തെറ്റിച്ച് പറയരുത് പറഞ്ഞാൽ പിന്നെയും തെറ്റിച്ച് പറയുന്നു. അഞ്ചൽ വേഗം അവിടെ നിന്ന് വേഗം പഠിക്ക്. തെറ്റാ പറഞ്ഞോണ്ടിരിക്കണം. വേഗം നോട്ട് നോക്കി വേഗം പഠിക്കും. ഞാൻ ഇപ്പൊ ചോദിക്കും. വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കും.
വേഗം അവിടെ നിന്ന് പഠിക്കും. അടുത്ത ആള് അഞ്ചല് കഴിഞ്ഞ അടുത്ത ആളാരാ? അഞ്ചല് കഴിഞ്ഞാൽ അടുത്ത അവന്തിക. അവന്തിക വാ. സാർ അവന്തിക പഠിച്ചോ? സാർ കുറച്ച് പഠിച്ചിട്ടുള്ളൂ. ബാക്കി കുറച്ച് ആര് പഠിക്കും മോളെ? ഞാൻ പഠിക്കണോ? അല്ല, ഞാൻ പഠിച്ചോ. എന്നാ പറഞ്ഞു. അവന്തിക എന്താ പറയാ, ബാങ്ക് ചാർജ് ചെയ്യുമ്പോ എന്താ എൻട്രി? ബാങ്ക് ചാർജസ്. ബാങ്ക് ഇങ്ങോട്ട് ചാർജ് ചെയ്യുമ്പോഴാ? എങ്ങോട്ടാ ചാർജ് ചെയ്തിട്ട്? ചാർജ് ചെയ്യുമ്പോ എന്താ എൻട്രി പറഞ്ഞാൽ? ചാർജസ്. ബാങ്ക് ചാർജ് ചെയ്യുമ്പോ എന്താ എൻട്രി? പറ തപ്പി കളിക്കരുത്. ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുമ്പോഴല്ലേ? ഇൻട്രസ്റ്റ് അല്ലടോ, ബാങ്ക് ചാർജസ്. അതിന്റെ എൻട്രി എന്താന്നാ ചോദിച്ചത്? ജേണൽ എൻട്രി കഴിഞ്ഞോ? പോവാ. അവിടെ ഇരിക്കടോ, തിരക്കം തന്നെ. വേറെ ഒന്നും ചോദിക്കൂല. നീ അത് പറ, അത് തെറ്റിച്ച് പറയുന്നു. സാർ അത് മാത്രം എനിക്ക് ഓർമ്മയില്ല, ബാക്കിയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതെന്താ അത് മാത്രം ഓർമ്മയില്ലാത്ത? എനിക്ക് കുറച്ച് ഉടായിപ്പായിട്ടോ ഈ. അല്ലല്ല, സത്യം ഇരിക്കാൻ മാത്രം ഓർമ്മയില്ല. എന്നാ പോട്ടെ. ചെക്ക് ഡിസോണറിന്റെ എൻട്രി എന്താ? ചെക്ക് ഡിസോണർ എന്താ എൻട്രി? പാർട്ടി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ്, ബാങ്ക് അക്കൗണ്ടാ? പാർട്ടി അക്കൗണ്ട് അപ് ടു ക്യാഷ് ആണോ പാർട്ടി അക്കൗണ്ട് അപ് ടു ബാങ്ക് ആണോ? ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട്. ഉറപ്പാ? അപ്പോ ഇൻകം റിസീവ് ചെയ്ത എന്താ എൻട്രി? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് അപ് ടു ബാങ്ക് അക്കൗണ്ട് അല്ലേ? then ഇൻട്രസ്റ്റ് അലൗ ചെയ്യാണ് ഡെപ്പോസിറ്റിന് മുകളിൽ എന്താ എൻട്രി? ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് അക്കൗണ്ട് ആണോ അതോ ബാങ്ക് അക്കൗണ്ട്? ഇൻട്രസ്റ്റ് അക്കൗണ്ട് അപ് ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. then next ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക്. അത് പോരാ, ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞാൽ മതി. ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക്. നമ്മൾ അങ്ങോട്ട് കൊടുത്തതാ? ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ടാ? അവന്തിക തെറ്റാണ് പറയുന്നത്. ഒന്ന് മാത്രമേ തെറ്റിച്ചുള്ളൂ. ചെക്ക് ഒന്നല്ല, രണ്ടെണ്ണം തെറ്റിച്ച്. ഞാൻ നോക്കുന്നുണ്ട്. ഒന്ന് തെറ്റിച്ചിട്ടേ ഉള്ളൂ. അല്ല, രണ്ടെണ്ണം തെറ്റി. ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക്. നേരത്തെ നീ ഒന്ന് പറഞ്ഞില്ല സാർ, അത് ചോദിക്കല്ലേ, വേറെ ഒന്ന് ചോദിക്കുന്നു പറഞ്ഞു. അത് തെറ്റിച്ചല്ലോ, അതൊരു ചാൻസ് ചോദിച്ചല്ലേ. അത് അറിയാഞ്ഞിട്ടല്ലേ? അത് മറന്നുപോയതാ. അതെങ്ങനെ മറന്നു പോവാ? എന്നാ ഞാൻ രണ്ടെണ്ണം പറഞ്ഞു. ഇല്ല അത് പറ. ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക്. ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക്. ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക് പാർട്ട് അല്ല, അതന്നെയല്ലേ പാർട്ടി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട് അല്ലേ? അങ്ങനെ ഞാൻ പഠിപ്പിച്ചു തന്നില്ലല്ലോ. ഞാൻ പഠിപ്പിച്ചു തന്നതല്ല. ക്യാഷ് അക്കൗണ്ടാ? ക്യാഷ് അക്കൗണ്ടാ? എന്നോടാണോ ചോദിക്കുന്നത്? ഞാൻ നിന്നോടല്ല അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു. അല്ല, ഞാൻ ഉദ്ദേശിച്ച പാർട്ടി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് അക്കൗണ്ട് ആണോ എന്ന് ചോദിച്ചു. അല്ല മോളെ, തെറ്റാണ് പറയുന്നത്. സാർ അതും അറിയില്ല. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് ആണ് എൻട്രി. എന്താ പറയാ? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ്. അപ്പൊ ചെക്ക് റിസീവ്ഡ് ഫ്രം പാർട്ടി എന്താ എൻട്രി? അത് പാർട്ടി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട് അല്ലേ? ചെക്ക് റിസീവ്ഡ് ഫ്രം പാർട്ടി തെറ്റാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് സാറ് പെട്ടെന്ന് ചോദിക്കുമ്പോ തെറ്റിപ്പോ. നേരത്തെ രണ്ടെണ്ണം ശരിക്കും പറഞ്ഞില്ലേ? അല്ല, രണ്ടെണ്ണല്ലേ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞപ്പോ നാലെണ്ണം തെറ്റിച്ചില്ലേ? 3 എണ്ണം. എന്നപ്പോ നാലാമത്തെ തെറ്റാൻ പോവാണല്ലോ. അയ്യോ, ചെക്ക് റിസീവ്ഡ് ഫ്രം പാർട്ടിയാ? അതപ്പോ നാലാമത്തെ തെറ്റാൻ പോവാ. നീ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത് തെറ്റാ. സാറ് പേടിപ്പിക്കല്ലേ സാർ. പാർട്ടിന്റെ കയ്യിൽ നമ്മൾ ചെക്ക് മേടിച്ച്. പാർട്ടിന്റെ കയ്യിൽ ചെക്ക് മേടിച്ചു. എന്താ എൻട്രി? അപ്പം അല്ല അട. അല്ല, അപ്പമല്ലോ, അടയാണ്. നമ്മൾ ചെക്ക് മേടിക്കുമ്പം അല്ല, നമ്മൾ ക്യാഷും ചെക്കും ഒരുപോലെ കാണണം. ക്യാഷും ചെക്കും ഒരുപോലെ കണ്ടോ? എനിക്ക് എൻട്രി കിട്ടിയാ മതി. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട് അല്ല, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ചെക്ക് അക്കൗണ്ടാ? സാർ ഞാൻ എഴുതിക്കോളാം.
എത്ര പ്രാവശ്യം എഴുതും? ഞാൻ 5 പ്രാവശ്യം എഴുതിക്കോളാം. ഞാൻ സാറ് ചോദിച്ചാൽ മാത്രം 3 എണ്ണം 5 പ്രാവശ്യം എഴുതിക്കോളാം. 3 എണ്ണം 5 പ്രാവശ്യം അല്ല, 29 എണ്ണം 5 പ്രാവശ്യം എഴുതണം. എന്നാ സാർ വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചോ പ്ലീസ് സാർ. വേണ്ട, ആ 29 എണ്ണം 5 പ്രാവശ്യം എഴുതണം. സാർ എനിക്ക് വേറെ കുറച്ച് പണി ഉണ്ടായിരുന്നു. വേറെ എന്ത് പണിയായാലും കുഴപ്പമില്ല. അബിന് ഞാൻ 10 പ്രാവശ്യം കൊടുത്തത്, നീ കേട്ടല്ലോ? അബിന് ഞാൻ 10 പ്രാവശ്യം കൊടുക്കണം. അത് അവൻ, എനിക്ക് തോന്നുന്നവൻ, ഞാൻ 3 എണ്ണത്തിന് ആൻസർ പറഞ്ഞു. അവൻ ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയില്ല. അവൻ നിന്നെക്കാളും കൂടുതൽ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഇല്ല, ഞാൻ സാറിന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതെ, ഇനിയിപ്പോ അടുത്ത ആൾക്കാരുടെ ഞാൻ ചോദിക്കല്ലോ. അപ്പൊ അഞ്ചലല്ല അവന്തിക നന്നായിട്ട് പഠിക്കണം. കാരണം നിങ്ങളുടെ അടുത്ത് നിന്ന് നമ്മൾ ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ട് നമുക്ക്. കാരണം നിങ്ങളുടെ അടുത്ത് ഓരോ ആൾക്കാരുടെ അടുത്ത് ഇത്ര കിട്ടണം എന്ന് നമുക്കൊരു ആഗ്രഹമുണ്ട്. അത് നിങ്ങളായിട്ട് സ്പോയിൽ ചെയ്യരുത്. ഓക്കെ, നന്നായിട്ട് പഠിക്കട്ടോ, ഉഴപ്പി കളിക്കരുത്. ഓക്കെ, ഇങ്ങനെ സിറ്റുവേഷൻ ആണ്. ക്ലാസ് ഒക്കെ 5 പ്രാവശ്യം, ഓരോന്ന് 5 പ്രാവശ്യം. 29 എണ്ണം 5 പ്രാവശ്യം. 5 പ്രാവശ്യം. ഓക്കെ, താങ്ക് യു സർ. ഹാപ്പി അല്ലേ? അടുത്ത ആള് വാ. അടുത്ത ആള് അഭിരാമി കഴിഞ്ഞാ പിന്നെ അടുത്തത് നമ്മുടെ അവന്തിക കഴിഞ്ഞാ പിന്നെ അടുത്തത് ഭവ്യ. ഭവ്യ എവിടെ പോയി? ഭവ്യ വീഡിയോ ഓണാക്കിയോ? ഭവ്യ പറ മോളെ. പിന്നെ ഇൻകം റിസീവ് ചെയ്യുമ്പോൾ എന്താ എൻട്രി? പാർട്ടി അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻകം അക്കൗണ്ട്. നേരെ നോക്ക്, ഈ കണ്ണങ്ങോട്ട് നോക്കുന്ന അവിടെ ബുക്ക് വെച്ചിട്ടുണ്ടോ? ഇല്ല. ഉറപ്പല്ലേ? ഓക്കെ, ക്യാമറയിലേക്ക് നോക്കിട്ടോ. ഓക്കെ, അപ്പോ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുമ്പോൾ എന്താ എൻട്രി? ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്. തെറ്റി. ഇനി പോട്ടെ, ഒരു ബാങ്ക് ചാർജസിന് എൻട്രി എന്താ? ബാങ്ക് ചാർജസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, ബാങ്ക് ചാർജസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. എക്സ്പെൻസ് പേ ചെയ്യുമ്പോൾ എന്താ എൻട്രി? എക്സ്പെൻസ് പേ ചെയ്യുമ്പോൾ എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഓക്കെ, എന്താ പറയാ, പേ ചെക്ക് റിസീവ്ഡ് ഫ്രം എ പാർട്ടി. ചെക്ക് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ടി അക്കൗണ്ട്. തെറ്റി. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ടി അക്കൗണ്ട്. ചെക്ക് പെയ്ഡ് ടു പാർട്ടി ആണെങ്കിലോ? പാർട്ടി അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. സെയിൽസ് റിട്ടേൺ എൻട്രി എന്താ? സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ടി അക്കൗണ്ട്. പർച്ചേസ് റിട്ടേൺ ആണെങ്കിലോ? പാർട്ടി അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട്. ഓക്കെ, അടുത്ത ആള് വാ. നമ്മളെ ഗായോസ് സോളമൻ എവിടെ പോയി? അവിടെ ഉണ്ട്. ഗായോസ് സോളോമോൻ അവിടെ ഉണ്ട്. വീഡിയോ ഓണാക്കടാ, എന്റെ മോൻ കാണുന്നില്ല. വന്നോ? വന്ന് എന്നാ പറ സോളോമോൻ. പിന്നെ ചോദിക്കട്ടെ? ചോദിച്ചു. ചെക്ക് ഇഷ്യൂഡ് ടു പാർട്ടി. ചെക്ക് ഇഷ്യൂഡ് ടു പാർട്ടി. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ടാ? പാർട്ടി അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ടി അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. പാർട്ടി അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ചെക്ക് ഡിസോണർ ആവുമ്പോ? പാർട്ടി അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് അലോ ചെയ്യുമ്പോ ഡെപ്പോസിറ്റ് മുകളിൽ? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട്. ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എന്താ എൻട്രി? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ചെക്ക് റിസീവ്ഡ് ഫ്രം എ പാർട്ടി. ചെക്ക് റിസീവ്ഡ് ഫ്രം എ പാർട്ടി. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ടി അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ടി അക്കൗണ്ട്. ക്യാഷ് പെയ്ഡ് ടു പാർട്ടി. പാർട്ടി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. പാർട്ടി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട്. അടുത്ത ആള്
എന്താടാ ഇങ്ങനൊക്കെ എയർ ഇടുന്നു? ഒന്നുമില്ല. ഈ മാലിലെ കൂടെ ആണോ വേറെ എവിടെ കൂടെയാണ് എയർ ഇട്ടെ? മേലെ കൂടെ തന്നെയല്ലേ? ഉറപ്പല്ലേ? അല്ല ഇങ്ങനത്തെ സൗണ്ട് ഒക്കെ കേട്ടപ്പോ ഞാൻ വിചാരിച്ചേ വേറെ വഴിക്ക് മൈക്ക് എടുത്തായതുകൊണ്ടല്ലേ. അപ്പൊ ദിയ എസ് കുമാർ, ദിയ എവിടെ പോയി? ഞാൻ ഇവിടെ ഉണ്ട്. എന്നാ വേഗം പോ. വന്നോ? ചോദിക്കട്ടെ? റെഡി അല്ലേ? അപ്പൊ ദിയ വേഗം പറഞ്ഞോ. ദിയ എന്താ കുഴപ്പമില്ലാന്നോ? ബാക്കി എന്താ കുഴപ്പമില്ലാത്ത? എന്താ ഒരു കുഴപ്പമുള്ള പോലെ ഉണ്ടല്ലോ. എന്താ ദിയ പറ, എന്തിനാ ടെൻഷൻ അടിക്കണം? ഞാൻ എന്താ ചെയ്തോ എന്നെ? ഞാൻ ചീത്ത പറഞ്ഞോ? പിന്നെന്തിനാ ടെൻഷൻ അടിക്കണം? എന്തിനാ? എന്നാ പറ. കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. കമ്പൈൻ ബിസിനസ് വിത്ത് ക്യാഷ്. കമ്പൈൻ ബിസിനസ് ക്യാപിറ്റൽ അക്കൗണ്ട് കമ്പൈൻ ബിസിനസ് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് ആണോ സാർ? ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കും. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ചെക്ക് പെയ്ഡ് ടു പാർട്ടി. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു പാർട്ടി അക്കൗണ്ട്. ചെക്ക് പെയ്ഡ് ആണ്, റിസീവ്ഡ് അല്ല. പാർട്ടി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് റിസീവ്ഡ് ഫ്രം പാർട്ടി ആണെങ്കിലോ? ചെക്ക് അല്ല, ക്യാഷ്. പാർട്ടി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. പാർട്ടി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. പാർട്ടി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. പറയുന്നത് ചെക്ക് റിസീവ്ഡ് ഫ്രം പാർട്ടി അല്ല, ക്യാഷ് റിസീവ്ഡ് ഫ്രം പാർട്ടി. അതാണ്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു പാർട്ടി അക്കൗണ്ട്. ക്യാഷ് റിസീവ് ചെയ്യുമ്പോ എങ്ങനെയാ ദിയ ബാങ്ക് വരിക? ദിയ 5 പ്രാവശ്യം എഴുതണം കേട്ടോ. 5 പ്രാവശ്യം എഴുതണേ. എഴുതിയിട്ട് അതെനിക്ക് പേഴ്സണൽ ആയിട്ട് അയച്ചു തരണം കേട്ടോ. എല്ലാം എഴുതണം. എല്ലാം എഴുതണം. 29 എണ്ണം. 29 എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കൺഫ്യൂഷൻ ആയി കഴിഞ്ഞാൽ മൊത്തം തെറ്റും. മനസ്സിലായോ? തെറ്റിക്കരുത്. നന്നായിട്ട് പഠിക്കുക. ഇത് ഓക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒക്കെ റെഡി ആവും. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ആള്. നബ്ഹാനെ, നബ്ഹാൻ. വേഗം വാ. നബ്ഹാനെ എവിടെ പോയി? ഉണ്ടോ? പഠിച്ചോ? ഭയങ്കര സന്തോഷത്തിലാണല്ലോ, നല്ല ചിരിയൊക്കെ ആണല്ലോ നബ്ഹാനെ. എന്താ പറ്റി? കുറച്ച് ഗ്ലാമർ ആയിട്ട് കേട്ടോ. എന്താ ഭയങ്കര സന്തോഷത്തിലാണല്ലോ? വീട്ടിൽ എന്തേ നടന്നോ? ഇല്ല, ഒന്നും നടന്നില്ല. ഒന്നും നടന്നില്ല. പിന്നെന്താ ഭയങ്കര ചിരിയൊക്കെ? നബ്ഹാനെ വേഗം പറ. നമ്മുടെ ചെക്ക് ഡിസോണർ ആയ എന്താ എൻട്രി? നബ്ഹാനെ എടാ, നിന്റെ നെറ്റ്വർക്കിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, ബ്രേക്ക് ആയി പോകുന്നുണ്ട്. നീ ഫോണിലെ നെറ്റാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇതുണ്ടോ? ബ്രോഡ്ബാൻഡ് ഉണ്ടോ കണക്ഷൻ? അടുത്ത ആള് വാ. എനിക്ക് ക്ലിയർ ആവുന്നില്ല. അടുത്ത ആള് വാ. നിരഞ്ജന എവിടെ പോയി? നിരഞ്ജന വേഗം വാ. വീഡിയോ ഓൺ ആക്കിയില്ല. ഓണല്ല. ഇപ്പോഴാണ് ഓണായത്.
ഓക്കെ, അപ്പൊ നിരഞ്ജന വേഗം പറഞ്ഞ. കറക്റ്റ് ഫേസിലേക്ക് വെക്ക് ക്യാമറ. അപ്പോ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ മോളെ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുമ്പോ എന്താ, സോറി, ഇൻട്രസ്റ്റ് അലൗ ചെയ്യുമ്പോ എന്താ എൻട്രി ഡെപ്പോസിറ്റിന് മുകളിൽ? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട്. ഓക്കെ. ഇൻട്രസ്റ്റ്, സോറി, ചാർജ് ചെയ്യുമ്പോ ബാങ്ക് ചാർജസ്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു, അല്ല, ഇൻട്രസ്റ്റ് ചാർജിങ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് അല്ല, ബാങ്ക് ചാർജസ്. സാർ കേൾക്കുന്നുണ്ടോ? പറഞ്ഞോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഇൻട്രസ്റ്റ് ചാർജിങ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, നെക്സ്റ്റ് എക്സ്പെൻസ് പേ ചെയ്യുമ്പോൾ എന്താ എൻട്രി? എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. സെയിൽസ് റിട്ടേൺ എൻട്രി എന്താ? സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ടി അക്കൗണ്ട്. പർച്ചേസ് റിട്ടേൺ ആണെങ്കിലോ? പാർട്ടി അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട്. ക്രെഡിറ്റ് സെയിൽ ആണെങ്കിലോ? സെയിൽസ് അക്കൗണ്ട്, അല്ല, പാർട്ടി അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് അക്കൗണ്ട്. ചെക്ക് പെയ്ഡ് ടു പാർട്ടി. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് ആവരുത്. ഓർമ്മയില്ല. അപ്പൊ എന്താ ഓർമ്മയില്ലാത്ത? ചെക്ക് പെയ്ഡ് ടു പാർട്ടി. സാർ, ആ ക്വസ്റ്റ്യൻ മാത്രമേ ഓർമ്മയില്ല. ഒന്നും തെറ്റിക്കാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യാ? സാർ ആലോചിച്ചോക്കട്ടെ. സാർ ഇത്രയും സമയം കിട്ടിയില്ല. സാർ, പാർട്ടി അക്കൗണ്ട് ഡെപ്റ്റർ ടു ചെക്ക് അക്കൗണ്ട്, സോറി, ക്യാഷ് അക്കൗണ്ട്. തെറ്റാണ്. 5 പ്രാവശ്യം കേട്ടോ. സാർ, അത് മാത്രമേ സാർ, ഒറ്റൊരു ക്വസ്റ്റ്യൻ സാർ, പ്ലീസ് സാർ. സ്കൂളിൽ ഇഷ്ടംമാതിരി സാർ, സ്കൂളിലെ അക്കൗണ്ടൻസി ഞങ്ങൾക്ക് 7th ചാപ്റ്റർ എത്തി സാർ. അതിന്റെ തന്നെ ഇഷ്ടംമാതിരി വർക്ക് ഉണ്ട് സാർ. റെക്ടിഫിക്കേഷൻ ഒക്കെ എത്തി സാർ. നമുക്ക് ഇഷ്ടംമാതിരി കെവിയില്. പഠിക്കുന്നത്? സാർ, ഇഷ്ടംമാതിരി ഉണ്ട് സാർ. ഒറ്റൊരു ക്വസ്റ്റ്യൻ മാത്രമല്ല സാർ, പ്ലീസ് സാർ, ഒറ്റൊരു ക്വസ്റ്റ്യൻ. ഞാൻ പറയട്ടെ. നാളത്തേക്ക് വെച്ചാ മതി, കുഴപ്പമില്ല, മെല്ലെ എഴുതിയാ മതി. എന്തായാലും പഠിക്കണം. കെവി ഏത് കെവിയില നീ പഠിക്കുന്നത്? പെരുന്തുരുത്തിയാ? ഗോവിന്ദപുരം. ഓക്കെ. അപ്പൊ എന്തായാലും പഠിക്കേണ്ടത് മോളെ, പഠിക്കാണ്ട് നിൽക്കാൻ പറ്റുമോ? ഓക്കെ, എഴുതണം കേട്ടോ. അടുത്ത ആള് വാ. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഹലോ, ഇങ്ങോട്ടേ ഒരു കാര്യം നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയാണ്. ഇതില് അബിൻ മാത്രം 10 തവണ എഴുതാം, ബാക്കി എല്ലാവരും 5 പ്രാവശ്യം എഴുതാം. ഓക്കെ, അബിൻ മാത്രം എന്ത് ചെയ്യാ, 10 പ്രാവശ്യം എഴുതാ, ബാക്കിയുള്ള എല്ലാവരും 5 പ്രാവശ്യം എഴുതാം. ഇനി ഞാൻ ഒരു കാര്യം നിങ്ങളോട് പ്രത്യേകം പറയാ, നിർബന്ധമായിട്ട് ഇത് പഠിച്ചേ പറ്റൂ. എല്ലാവരും, പറഞ്ഞ ആൾക്കാരും പറയാത്ത ആൾക്കാരും എല്ലാവരും 5 പ്രാവശ്യം എഴുതണം. ഉറപ്പാണ്. ഇതുവരെ എന്നോട് ഇപ്പൊ പറഞ്ഞ ആൾക്കാരും പറയാത്ത ആൾക്കാർ 5 പ്രാവശ്യം എഴുതിയേ പറ്റൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ബേസ് ഓക്കെ ആവൂല. അപ്പൊ 5 പ്രാവശ്യം എഴുതാ. എനിക്ക് നാളെ രാവിലെ വേണ്ട, നിങ്ങളൊരു കാര്യം ചെയ്തോ, അടുത്ത ബുധനാഴ്ച ആകുമ്പോഴത്തേക്ക് കിട്ടിയാൽ മതി. അടുത്ത ബുധനാഴ്ച ആകുമ്പോഴേക്കും. പിന്നെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഫോർവേഡ് ചെയ്യും. ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസറും എനിക്ക് ബുധനാഴ്ച കിട്ടണം. കിട്ടൂലേ? എല്ലാരും എഴുതണം 29 5 പ്രാവശ്യം. ഇത് ഇങ്ങനെ പോയാലേ പഠിക്കാൻ പറ്റൂല, അല്ലെ പഠിക്കാൻ പറ്റൂല. പിന്നെ അടുത്ത ക്ലാസ്സിൽ ഞാൻ ലെഡ്ജർ ആണ് എടുക്കുക. അടുത്ത ക്ലാസ് നിങ്ങൾ ലീവ് എടുക്കരുത്. ലീവ് എടുത്തു കഴിഞ്ഞാൽ തെറ്റിപ്പോവും. പിന്നെ നിങ്ങൾക്ക് ബേസ് കിട്ടൂല കേട്ടോ. ലെഡ്ജറിന്റെ ബേസ് കിട്ടൂല. ലീവ് എടുക്കോ? ഇല്ല. 5 പ്രാവശ്യം. ഗായസ ദേഷ്യം ഉണ്ടോ? ഗായസ തീരില്ല.
ദേഷ്യം ഉണ്ടെങ്കിൽ അവിടെ വെച്ചാൽ മതി, വലിയ കുഴപ്പമൊന്നുമില്ല. എല്ലാം എഴുതാം. ഓക്കെ, എല്ലാവരും എഴുതണേ. നിർബന്ധമാണ്. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, ഇത് ഇമ്പോഷൻ ആയിട്ട് തരുന്നല്ല. നിങ്ങൾക്ക് സാധനം ബേസ് സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ബാക്കിയുള്ള കുട്ടികളെക്കാളും നിങ്ങൾ കുറെ മുമ്പോട്ടേക്ക് എത്തണം. അത് ഹാർഡ് വർക്ക് ചെയ്താലേ കാര്യമുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ സ്കൂളിൽ ഉണ്ടാവും. ഡോണ്ട് വെറി. ഇപ്പൊ കുറച്ച് കഷ്ടപ്പെട്ടാലും കുറച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ, നമ്മളൊക്കെ ഇതേപോലെ പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇമ്പോഷനൊക്കെ പുറത്തിരുന്ന് തല്ലിട്ട് എഴുതിയിട്ടുണ്ട് പിന്നല്ലേ. ഓക്കെ, അപ്പൊ അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഇതാക്കുക. അപ്പൊ 5 പ്രാവശ്യം എഴുതുക. പിന്നെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനിപ്പോ അയച്ചു തരും, അത് നിങ്ങൾ എന്ത് ചെയ്യുക, അതും ചെയ്യട്ടോ അടുത്ത ബുധനാഴ്ചത്തേക്ക്. അത് ചെയ്യാത്ത ആൾക്കാർ ക്ലാസ് ഇരിക്കൂലേ. ഓക്കെ, സോ ലെഫ്റ്റ് ചെയ്തിട്ടോ. സോ താങ്ക് യു, ബൈ. താങ്ക് യു സാർ. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ 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 ഓക്കെ. താങ്ക് യു സർ. Thank you, sir.